കർത്താവിദാസൻ പറഞ്ഞതുപോലെ തോമസ് ഡാനിയൽ, ഫേവർ തോമസ് എന്നേ പറഞ്ഞോളൂ. എൻ്റെ ആക്ച്വലി പേരൻ്റ് ഡാനിയൽ എന്നാണ്. ടി ഡാനിയൽ എന്നാണ് ഡൽഹിയിൽ അറിയുന്നത്. രണ്ടുപേരും കൂടിയാണ് വരുവാനിടയായത്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 മക്കൾ, മൂത്ത മകളാണ്, വിവാഹം കഴിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ കർത്താവിൻ്റെ വിലയിലാണ്. പക്ഷേ മോൾ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചു. അവൾ 3 വർഷമായി. മകൾ ഡെലിവറിക്കായി ട്രിവാൻഡ്രത്തേക്ക് പോയിരിക്കുന്നു. ഇവിടെയാണ്. മൂന്നാമത്തെ മകളുണ്ട്. അവൾ BSc ഹോണേഴ്സ് നേഴ്സിംഗ് പഠിച്ച് പഠിച്ച കോളേജിൽ തന്നെ ജോലി ചെയ്ത ഒരു പക്ഷേ അതിനുശേഷം 2ാമത്തെ വർഷം ഇപ്പോൾ ട്രൂട്രായി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ നാട് സ്വദേശ നാട്ടിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് അല്ലെങ്കിൽ ആയൂരിനടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വേങ്ങൂരിൽ APCയിലാണ് ഞങ്ങളുടെ മാതൃസഭ. എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 18ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. 22ാമത്തെ വയസ്സിൽ ഞാൻ വടക്കിന്ത്യയിലേക്ക് കടന്നു വന്നു. 26ാമത്തെ വയസ്സിൽ ഞാൻ ശുശ്രൂഷകനായി. 27ാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് ആദ്യമായി ഒരു മകൾ ജനിച്ചു. അവൾക്ക് ഇപ്പോൾ 33 വയസ്സുണ്ട്. ഇങ്ങനെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ഹിന്ദു സഭയിലാണ്. മലയാള സഭയിൽ 1980 മുതൽ മലയാളികളുടെ ഇടയിൽ 1992 വരെ 12 വർഷക്കാലം ഗ്രീൻ പാർക്ക്, ആശ്രമം, കൽക്കാജി എന്നീ സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളായി താമസിച്ച് പിന്നെ ഈ സന്ധ്യയുടെ ഈ വൈകിവേളയിൽ നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് ഞങ്ങൾ താമസിക്കുന്നത് കൽക്കാജിക്കടുത്ത് സംഗം വിഹാർ എന്ന് പറയുന്ന ഒരു കോളനിയിലാണ്. 20 ലക്ഷം ആളുകൾ പാർക്കുന്ന ഒരു കോളനിയാണത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളനിയാണ്. ധാരാവി സ്ലം ഏരിയക്കാൾ, ബോംബെയിലെ സ്ലമിനേക്കാൾ ഏറ്റവും വലിയ ബിഗസ്റ്റ് കോളനി ഇൻ ഇന്ത്യ സഭയുള്ളത്. 3 കിലോമീറ്റർ നടന്നു വരണം, അല്ലെങ്കിൽ വണ്ടിയിൽ വരണം, സ്കൂട്ടറിൽ വരണം മെയിൻ റോഡിലേക്ക് വരുവാനായിട്ട്. ഈ 3 കിലോമീറ്റർ വരേണ്ടതിന് വേണ്ടി 3 മണിക്കൂർ വേണ്ടി വരും. അത്രയും പോപ്പുലേഷനാണ്. 3 കിലോമീറ്റർ ഇറങ്ങി വരുന്നതിന് നടന്നു വന്നാൽ റഷ്യല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് വരാം. അപ്പോൾ 1200 കോളനികളിൽ കഴിഞ്ഞ 84-ലുണ്ടായ കോളനിയാണ്. 86-ലാണ് ഞങ്ങൾ അവിടെ സ്ഥലം വാങ്ങുന്നത്. 88-ൻ്റെ അവസാനമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് കല്ലെടുത്തത്. 89-ൽ ഒരു നില പണിഞ്ഞ് ഞങ്ങൾ 89-ൻ്റെ അവസാനത്തേക്ക് ആശ്രമത്തിൽ നിന്ന് മൂവ് ചെയ്യായിരുന്നു. എന്നാൽ അവിടെ കറണ്ടിലായിരുന്നു, വെള്ളമില്ല. ഇപ്പോഴും വെള്ളമില്ല, ഇപ്പോൾ കറണ്ടുണ്ട്. ഞങ്ങൾ 92 മുതൽ 2005 വരെ കറണ്ടില്ലാതെയാണ് താമസിച്ച് കർത്താവിന് വരെ ചെയ്തത്. വെള്ളം ഇപ്പോഴുമില്ല. റോഡ്, ഉള്ള റോഡിനെ MLA ഫണ്ട് കൊണ്ടും MP ഫണ്ട് കൊണ്ടുമൊക്കെ അവർ ഫണ്ട് കൊണ്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിലായി കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റോറേജ് ഇല്ല. അത് നാളി, ഓപ്പൺ നാളിയായിട്ട്, ഓപ്പൺ പാത്തിയായിട്ട് അത് വെള്ളം പോകുവാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു കോളനിയാണ് സംഗമകാറിലെ കോളനി. പീപ്പിൾ മോർ ദാൻ നിലവയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമല്ല, മലയാളികളാരും തന്നെയില്ല, വിശ്വാസികളാരും തന്നെയില്ലായിരുന്നു, ഇപ്പോഴുണ്ട്. ഇനി അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അവിടേക്കാണ് ദൈവം ഞങ്ങളെ കൊണ്ടുപോയത് നിർബന്ധത്താൽ. 1989 ഞങ്ങൾ മാറിയെങ്കിലും അവിടെ താമസിക്കുവാൻ കഴിയാതെ 4 മാസത്തിന് ശേഷം ഞങ്ങൾ പുറത്തു പോകേണ്ടി വന്നു. കാരണം കറണ്ടില്ലാത്തതിനാൽ പട്ടണത്തിൽ പാർത്ത ഞങ്ങൾക്ക്, വിശേഷിച്ച് എൻ്റെ മിസ്സസിന് ഇവിടെ പാർക്കുവാൻ കഴിയാതെ വന്നു. കാരണം അവർക്ക് ആസ്മാരകം ഉണ്ടായിരുന്നു. സ്വെറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ, തല ഉയർത്തി കഴിഞ്ഞാൽ ഉടനെ ആസ്മ ഉണ്ടാകും. പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഓക്സിജൻ കൊടുക്കണം, മരിച്ചു പോകും. ഇതായിരുന്നു സ്ഥിതി. അതുകൊണ്ട് ഗ്രീൻ പാർക്കിൽ വെച്ച് ആരംഭിച്ചതാണത്. ആശ്രമത്തിൽ ഉണ്ടായിരുന്നു, കൽക്കാജിയിൽ കണ്ടിന്യൂ ചെയ്തു. 11 വർഷത്തോളം, ഏകദേശം 10-ൽ-പരം വർഷം ആസ്മാരോഗത്താൽ ബാധിതയായിരുന്നു. ഈ 10 വർഷങ്ങളും വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ചർച്ചിലെ, ഗ്രീൻ പാർക്കിലെയും ആശ്രമത്തെയും കൽക്കാജിയിലെയും ആളുകളാണ്. ഞാനില്ലാത്തപ്പോഴൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്കൂട്ടർ മാത്രമാണ് വാഹനമുള്ളത്. അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒരാൾ പിടിച്ചുകൊണ്ടിരുന്നെങ്കിലേ കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ലായിരുന്നു. എമർജൻസിയിൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുകയും ഓക്സിജൻ കൊടുക്കുകയും 1-2 ദിവസം അവിടെ കിടക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം തണുപ്പായിരുന്നു. പക്ഷേ മാർച്ച് മാസമായപ്പോൾ ചൂടായ കാരണത്താൽ താമസിക്കാൻ കഴിയാതെ ഞാനൊരു ദിവസം സ്കൂളിൽ കുട്ടികളെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവളെ പൂട്ടി ശാപീയമായി പുറത്തു നിൽക്കുക. എന്നാൽ 92-ൽ ഒരു ട്രെയിനിങ് പോയിന്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്തി. നിർബന്ധ സാഹചര്യം ഉണ്ടാക്കി. ഒന്നുകിൽ ഞാൻ നാട്ടിൽ പോകണം, അല്ലെങ്കിൽ സംഘം വികാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ചർച്ച് കൽക്കാജിയിലാണ്, സഭയുണ്ട്. പക്ഷേ പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അത് വലിയ സ്റ്റോറിയാണ്. എന്നാൽ വഴികളെല്ലാം അടച്ച്
എന്റെ ദൈവം 4 വഴികളും അടച്ചിട്ട് ഒരു വഴിയുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്റെ ബാങ്ക് ബാലൻസ് തീർന്നു. ചർച്ച് അത് തന്നുകൊണ്ടിരിക്കുന്ന വരുമാനം നിർത്തി. അത് പര്യാപ്തമല്ലാതായി. പിന്നെ ചുരുക്കി പറഞ്ഞാൽ വാടക കൊടുക്കുവാൻ, കമ്മ്യൂണിറ്റി ഹാളിന് വാടക കൊടുക്കുവാൻ, ഭരത പാസ്റ്റേഴ്സിന് ഇരിപ്പാൻ, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുവാൻ ഒക്കെയും ഇല്ലാത്തൊരു സാഹചര്യമായി മാറി. ഈ അവസരത്തിൽ ഞങ്ങൾ ഇളയ പൈതലിനെ നാട്ടിലേക്ക് വിടുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ നാട്ടിലേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് വിട്ട് പഠിപ്പിക്കുവാൻ നിവർത്തിയില്ലാത്തതിനാൽ തീരുമാനമെടുത്തു. പക്ഷേ വീട്ടിലുള്ളവർ പറഞ്ഞു, ഇങ്ങോട്ട് വിടണ്ട, കുഞ്ഞുങ്ങളെ നോക്കുവാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, വിടാതെ. അങ്ങനെ അവളെ വിടാതിരിക്കുകയും ഞങ്ങൾ നാട്ടിൽ പോയാൽ എന്നെ വിളിച്ചവളി വടക്കേണ്ടിയിലേക്കാകിയാൽ നാട്ടിൽ പോയി ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ലാത്തതിനാലും ദൈവികതമല്ലാത്തതിനാലും നാട്ടിൽ പോയി എന്നെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ സംഘം വികാറിലേക്ക് പോയാൽ എൻ്റെ ഭാര്യ മരിച്ചു പോകും. അടുത്ത ഹോസ്പിറ്റലില്ല. അടുത്ത ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മുൾച്ചന്ത് ഹോസ്പിറ്റലാണ്. അത് ഏകദേശം 12-13 കിലോമീറ്റർ. 13 കിലോമീറ്റർ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യം. അവിടെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ പാട്, ആംബുലൻസ് വരുവാൻ പാട്. ഞങ്ങൾക്ക് വാഹനമില്ല, സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. സ്കൂട്ടർ പുറകിൽ ഒരാൾ പിടിച്ചുകൊണ്ടിരിപ്പാനില്ല. മലയാളികൾ ആരും ആ സ്ഥലത്തില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ മരിച്ചു പോകും. ഭാര്യയില്ലാതെ ഞാൻ പാർക്കേണ്ടി വരും. അപ്പോൾ ഭാര്യ വേണമോ ശുശ്രൂഷ വേണമോ? ഈ ടക്കപ്പാറിൽ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു പട്ടണത്തിലെ സീനിയർ പാസ്റ്ററായിരുന്ന എന്നെ 6 മാസം പഠിപ്പിച്ചിട്ടുണ്ട് ബൈബിൾ കോളേജിൽ. അദ്ദേഹം ഒരു ദേവദാസനെ എൻ്റെ അരികിലേക്ക് വിട്ടു. ഞാൻ അദ്ദേഹവുമായി പഠിപ്പിച്ചതിന് ശേഷം, പഠിച്ച കാലത്തിന് ശേഷം 80 മുതൽ 92 വരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഡൽഹിയിൽ അദ്ദേഹം ഒരു ഹാസ്പിറ്റലിലാണ് താമസിക്കുന്നത്, ദൂരെയാണ്. അപ്പോൾ ഈ ദേവദാസന്റെ അരികിലേക്ക് വന്നിട്ട് ഞാനൊരു വഴിക്ക് പോകാൻ റോഡിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു, പാസ്റ്റർ സൈമൺ പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നിങ്ങളെ വിട്ടത്. എന്താ കാര്യം? അദ്ദേഹം ഒരു ചോദ്യം പാസ്റ്ററോട് ചോദിക്കുവാൻ പറഞ്ഞു വിട്ടതാ. എന്താ ചോദ്യം? ചോദ്യം പറഞ്ഞത്, ഈസ് ഇറ്റ് നോട്ട് എ സിൻ ദാറ്റ് പാസ്റ്റർ ഡാനിയൽ ഈസ് നോട്ട് യൂസിങ് ദ ഗോഡ് ഗിവൻ പ്രോപ്പർട്ടി? ദൈവം തന്നതായിരിക്കുന്ന സ്ഥലം ഉപയോഗിക്കാതിരിക്കുന്ന പാപമല്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അവിടെ പ്രവാചകൻ വന്നതുപോലെ ആ ശബ്ദത്തെ ഞാൻ ഏറ്റെടുത്തു. ദൈവം വന്നതുപോലെ ഞാൻ ഏറ്റെടുത്തു. യെസ് ലോർഡ്, നൗ ഐ വിൽ ടേക്ക് എ ഡിസിഷൻ. ദൈവമേ ഞാൻ അവിടേക്ക് പോകാം, ദൈവമേ ഞാൻ അവിടേക്ക് പോകാം എന്ന റോഡിൽ നിന്ന് തീരുമാനമെടുത്തു. അദ്ദേഹം 500 രൂപയുടെ ഒരു ചെക്ക് ഒരു കവറിനകത്തിട്ട് എൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയായിരുന്നു. അദ്ദേഹം കൊടുത്തു വിടുകയായിരുന്നു 500 രൂപയുടെ ചെക്ക്. ഞാൻ അത് ചെക്കാണെന്ന് പിന്നീട് മനസ്സിലായത്. പക്ഷേ ആ മെസ്സേജ് പറഞ്ഞാൽ ദേവദാസൻ മടങ്ങിപ്പോയി. ഈ ചോദ്യമാണ് എന്നെ സംഗമകാറിലേക്ക്, ആ കോളേജിലേക്ക് പോകുവാൻ നിർബന്ധിതനാക്കിയത്. ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷേ എങ്ങനെയോ അദ്ദേഹം കേട്ടിട്ട് ദൈവത്താൽ ഐക്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിൽ കൂടെ വന്ന മെസ്സേജിന്റെ വെളിച്ചത്തിലാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. 92-ൽ ഞാൻ കോളനിയിലേക്ക് ഞങ്ങളുടെ സാധനങ്ങളുമായി കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ടില്ല, എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ്. അപ്പോൾ ഒരു ചെറിയ ജനറേറ്റർ, ശ്രീറാം ഹോണ്ടയുടെ ജനറേറ്റർ, 8000 രൂപയുടെ ജനറേറ്റർ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകുന്നു. ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയല്ല, ആരെങ്കിലും ഗസ്റ്റ് വീട്ടിൽ വന്നാൽ അല്പസമയം ഒരു പങ്ക് കറങ്ങേണ്ടതിന് വേണ്ടി മാത്രം ഉപയോഗിക്കത്തക്ക നിലയിൽ ഒരു ജനറേറ്ററുമായി അവിടേക്ക് ചെന്നു. ചുരുക്കി പറഞ്ഞാൽ 92-ൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര മഴയുള്ള സമയത്ത് ഓഗസ്റ്റ് മാസമാണ് ഞങ്ങൾ ചെല്ലുന്നത്. അതിഭയങ്കരമായ ഉഷ്ണം അല്ലെങ്കിൽ ആവി എന്ന് പറഞ്ഞ വേർപ്പുള്ള ഒരു കാലാവസ്ഥയിൽ അവർക്ക് അസുഖം കൂടുതലായിട്ടുണ്ടാകും. പക്ഷേ നിർബന്ധ സാഹചര്യം വന്നപ്പോൾ പോകാതിരിക്കാൻ വരാതെ ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരാഴ്ചത്തെ മരുന്നുമായിട്ടാണ് പോകുന്നത്. ഈ കാലഘട്ടങ്ങളിൽ വെച്ച് സബ്ദരിംഗ് ഹോസ്പിറ്റൽ, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൂച്ചന്തി 3 ഹോസ്പിറ്റലിൽ എല്ലാ വാർഡുകളിലും റൂമുകളിലും കയറി ഇറങ്ങി ചികിത്സ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. സഭയായി ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് വിടുതൽ കിട്ടിയിരുന്നില്ല. എന്നാൽ ആ കോളനിയിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ എൻ്റെ ഭാര്യ മരിച്ചു പോകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പോയത്. അവളെ രക്ഷിക്കാൻ കഴിയത്തില്ല, എനിക്ക് പെട്ടെന്ന് അവളെ എത്തിക്കാൻ കഴിയത്തില്ല, അവിടേക്ക് ആരും വരാൻ കഴിയത്തില്ല. മലയാളികളായിരിക്കുന്ന സഭയിലെ ആരും തന്നെ കോളനിയിൽ ഉള്ളിലേക്ക് വരത്തില്ല. കാരണം വരുവാൻ സാധ്യമല്ല, അത് ഈസിയല്ല. ആരെങ്കിലും വന്നാൽ 2 ദിവസം പാർത്തിട്ടേ പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നടുവേദനയാണ്. അതേ ഉയർന്ന പൊങ്ങിയുള്ള പിടിയിൽ കൂടെ ചാടി മറിഞ്ഞ് ആരെങ്കിലും വാഹനത്തിൽ വന്നാൽ, ഓട്ടോയിൽ വന്നാൽ അവർക്ക് തിരിച്ച് പോകണമെങ്കിൽ 1 ദിവസം അവിടെ വിശ്രമിക്കണം. എനിവേ അവിടെ ചെന്നതിന് ശേഷം അത് എൻ്റെ ഭാര്യയുടെ അസുഖം ഒരാഴ്ച മാത്രമേ മരുന്നുണ്ടായിരുന്നു. പിന്നീട് പോയി വാങ്ങിക്കുവാൻ സാവകാശമില്ല. ഒരു മെഡിക്കൽ സ്റ്റോർ ആ കോളനിയിലായിരുന്നു. ഇപ്പോൾ ആ കോളനിയിൽ ഈ 3 കിലോമീറ്ററിനുള്ളിനകത്ത് 38 മെഡിക്കൽ സ്റ്റോറുണ്ട്. 38 മെഡിക്കൽ സ്റ്റോർ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, 3 കിലോമീറ്ററുള്ളിൽ 38 മെഡിക്കൽ സ്റ്റോറുള്ള ഏതെങ്കിലും സ്ഥലം ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല.
UK-യിലുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അതുപോലെ പോപ്പുലേഷൻ അവിടെ ഉള്ളത് കൊണ്ട് അത് എന്നും പുതിയ കടകൾ വരുന്നെങ്കിൽ അത് മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും. അത്രയും രോഗികളുണ്ടെന്ന് വിചാരിച്ചു. ഈ നിലയിലാണ് ഇപ്പോൾ. പക്ഷെ അന്ന് ഒരു മെഡിക്കൽ സ്റ്റോറില്ല, മരുന്ന് മേടിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ പോകണമെങ്കിൽ സ്കൂട്ടറിൽ പോകാൻ കഴിയാതെ മഴ പെയ്ത് പുതയിൽ കണ്ടമായി കിടക്കുക. പിന്നെ സൈക്കിളിൽ പോകണം. സൈക്കിൾ ഞാൻ ഉപയോഗം വിട്ടതുകൊണ്ട് പിന്നെ പാടായി വന്നു. മരുന്ന് മേടിക്കുവാൻ പോകാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നിട്ട് മരുന്നില്ലാത്തത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മരുന്നില്ല, പോകാൻ കഴിയത്തില്ല. പക്ഷേ അസുഖം ഭേദം അല്പം ഉള്ളതുപോലെ നമുക്ക് തോന്നി. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീസിങ് സൗണ്ട് എനിക്കില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് എന്തോ സംഭവിച്ചു. 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി, 6 ദിവസമായി, 7 ദിവസമായി ഈ രോഗം എന്നേക്കുമായി ദൈവം മാറ്റി. 92 മുതൽ വരെ ആ രോഗം വന്നിട്ടില്ല. 92 മുതൽ വരെയും രോഗത്താൽ ബാധിതയായി ആസ്മ രോഗം ഉണ്ടായിരുന്നില്ല. അതിനെ മനസ്സിലായി എപ്പോൾ മാറ്റിയെന്നോ, ഈ രാത്രിയിലാണോ പകലാണോ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ദൈവം എടുത്തുകൊണ്ട് പോയതെന്ന് അറിയത്തില്ല, മാറ്റിയെന്ന് അറിയത്തില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കോളനിയിലേക്ക് പോകുക എന്നുള്ളത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലർക്കോടായിരുന്നു, ദൈവത്തിന്റെ പൂർണ്ണഹിതമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഞങ്ങൾ ദൈവത്തിന്റെ പൂർണ്ണഹിതം ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ബാധയെ ദൈവം മാറ്റി. ഞങ്ങളുടെ വിശ്വാസികൾക്ക് ആശ്വാസമായി. ഭാഷഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളത് പതിവായിരുന്നു വിശ്വാസികൾക്ക്. വാർഡുകളിൽ നിന്ന് അവരെടുത്ത് തരുമായിരുന്നു. ഈവൻ വീട്ടിൽ വന്ന നേഴ്സസ് അവർ കൈവിട്ട് കൊടുക്കുമായിരുന്നു. മരുന്ന് ടൈമിൽ വിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ദൈവന്റെ ഭാര്യയുടെ അസുഖം അതേ മാറ്റുകയും പിന്നെ ഞങ്ങൾ അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടെ പ്രവർത്തിക്കാതിരിക്കും? കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ താമസിക്കാതിരിക്കും? കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ താമസിക്കാതിരിക്കും? ഞാൻ പറഞ്ഞത് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സ്വെറ്റിംഗ് ആകും, എൻ്റെ ഭാര്യ മരിച്ചു പോകുമെന്ന ദൈവത്തോട് പറയുന്നത്. ഭാര്യ ഇല്ലാതെ എനിക്ക് പാർക്കാൻ കഴിയത്തില്ല, ഭാര്യയും കുഞ്ഞുങ്ങളുമായി കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയത്തില്ല എന്ന് ദൈവത്തോട് പേഴ്സണലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയുടെ അസുഖത്തെ ഞാൻ മാറ്റാം, നീ ഇവിടെ പാർക്കണം. പക്ഷെ പിന്നെ പറഞ്ഞത് ഇവിടെ മലയാളിയില്ല, വിശ്വാസിയില്ല. ഇവിടെ മലയാളിയില്ല, വിശ്വാസിയില്ല, ക്രിസ്ത്യാനിയില്ല. ഇവിടെ ഞങ്ങൾ എന്തോ ചെയ്യാം, ഹിന്ദിയും അറിയത്തില്ല, മലയാളം അറിയാവുന്ന കൽക്കാച്ചി ചർച്ചിലാണ് ഞങ്ങൾ ശുശ്രൂഷ. പക്ഷെ ഈ സ്ഥലത്തേക്ക് എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു. അങ്കിൾ, ഞങ്ങൾക്ക് ട്രാക്ട് വേണം. ആദ്യം ഞങ്ങൾ പോയതല്ല, ഇങ്ങോട്ട് വന്നു. ട്രാക്ട് വേണമെന്ന് പറയുക SCM പബ്ലിഷ് ചെയ്യുന്ന നല്ല അട്രാക്റ്റീവ് ട്രാക്ട്സും ചെറിയ ബുക്കിലിട്ടും കിട്ടും. അത് ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നു. അതിന് കാരണം ഞങ്ങൾ താമസിക്കാത്ത കാലത്ത് 2 ടീം, ഗോസ്പൽ ഓറേഷ്യയുടെയും PTLന്റെയും 2 ടീം, OMന്റെ 2-3 ടീം ആ ഏരിയയിലേക്ക് ഞങ്ങൾ വിട്ട് അവിടെ താമസിപ്പിച്ച് ഓരോരോ മാസങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് ഐഡിയ കിട്ടിയതായിരിക്കാമെന്ന് കരുതുന്നു. ഏതായാലും കുഞ്ഞുങ്ങൾ ആദ്യം ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ഇനിയും അറിയുന്നില്ലല്ലോ. 2ാമത് വന്നു, 3ാമത് വന്നു, 4ാമത് വന്നു. പല ദിവസങ്ങളായപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അത് ഒരുത്തം പറഞ്ഞു, ഷീമോൻ. ഷീമോൻ എന്ന് കേട്ടപ്പോൾ മനസ്സിലായി അവർ ക്രിസ്ത്യാനിയാണല്ലോ. അപ്പൊ അമ്മയും പിന്നെ എവിടെയാന്ന് ചോദിച്ചു, പറഞ്ഞു റാഞ്ചിക്കാരാ. മറ്റവന്റെ പേര് കനിയ. കനിയ പറഞ്ഞു, എന്റെ അമ്മ ക്രിസ്ത്യാനിയാ. നിന്റെ അമ്മ ക്രിസ്ത്യാനിയാണ്, അപ്പൻ ഹിന്ദുവാ. അത് എവിടുത്തുകാരാ? നിങ്ങൾ ഇട്ടാവക്കാരാ, UP-ക്കാരാ. അത്രയൊക്കെ പറയാമെന്ന് മനസ്സിലാകും. അപ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നി, ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടല്ലോ. അങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം, ആരാണെന്ന് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സൺഡേ സ്കൂളിലേക്ക് വിളിച്ചു. സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്നെ കുഞ്ഞുങ്ങൾക്ക് ഹിന്ദി അറിയാം, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞ മക്കളെ അവർക്ക് വേണ്ടി സൺഡേ സ്കൂൾ എടുക്കുക. നമ്മുടെ വീട്ടിൽ ഡ്രോയിങ് റൂമിലേക്ക്, മെയിൻ റൂമിലേക്ക് അവരെ വിളിച്ചു. അവരെ ആദ്യത്തെ സൺഡേയിൽ അല്പകാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, ബൈബിളിൽ നിന്ന് എന്തെങ്കിലും പാട്ട് പഠിപ്പിക്കുകയും ചെയ്യാം എന്ന് കാഷ്വലി പറഞ്ഞു. അവരെ കുഞ്ഞുങ്ങൾ ആരംഭിച്ച സൺഡേ സ്കൂളാണ് ഇന്നത്തെ ചർച്ച്. 200-ലധികം ആളുകൾ അവിടെയുണ്ട്. കർത്താവിന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധന. രാവിലെ 10 മുതൽ ഞങ്ങളുടെ ആരാധനയുടെ സമയം ഒന്നാണെങ്കിലും ആരാധന തീരുന്നത് 2 മണിയും 1 മണിയും 4 മണിയാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്നാലും ആളുകൾ പോകത്തില്ല. ആരാധന പറഞ്ഞ ആശീർവാദം കഴിഞ്ഞാലും ആളുകൾ പോകത്തില്ല. 60, 50, 70 പേര് ഇന്നും പ്രാർത്ഥനയ്ക്കായി രോഗികളായിട്ട് അവിടെ ഉണ്ടായിരിക്കും. പുതിയ ആളുകളായിരിക്കുന്ന ആളുകളാണ് സഭയിലേക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്നത്. വിശ്വാസികൾ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാത്ത ആളുകളോ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ പ്രാർത്ഥിക്കുവാനായി ഉണ്ടായിരിക്കും. അവിടെ കൃപയാൽ ആ പ്രവർത്തനം, ഈ സൺഡേ സ്കൂൾ ആണ് വലിയ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നത്. വലിയ ആളുകളെ കൊണ്ടുവന്നപ്പോൾ കത്തോലിക്കരായിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വലിയവർ വന്നതുകൊണ്ട് ഞാൻ അല്പസമയം അവർക്ക് വേണ്ടി ചെലവഴിപ്പാൻ എന്നെ മൂത്ത മകൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവരെ ആദ്യ സമയങ്ങൾ 1/2 മണിക്കൂറായും 3/4 മണിക്കൂറായി 1 മണിക്കൂറായി കൽക്കാജിൽ 9 മണിക്ക് ചില മലയാള ആരാധന നടത്തുവാൻ അതിന് മുമ്പുള്ള സമയം ഇത് ചെയ്തിട്ട് പോകുമായിരുന്നു. പക്ഷെ ആളുകൾ കൂടുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സമയം അവർക്ക് വേണ്ടി കൂടുതലായി കൊടുക്കുവാൻ തുടങ്ങി. അവിടെ പോകുന്നതിന് കുറച്ചുകൂടെ താമസം നേടുവാൻ തുടങ്ങി. ഈ നിലകളിൽ തുടങ്ങിയ സൺഡേ സ്കൂളാണ്
ഇന്നുള്ള ചർച്ച്. ഇന്ന് ദൈവത്തിന് കൃപയാൽ ആ സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്, ഒരു ചിൽഡ്രൻ ഹോമുണ്ട്, അത് ചർച്ചുണ്ട്, ബൈബിൾ കോളേജുണ്ട്, ഒരു ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 8 വർഷം ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിച്ചു. ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അവിടെ ഫ്രീ മെഡിസിൻ കൊടുക്കുവാനായി ഒരു NGO കടന്നുവരികയും 8 വർഷക്കാലം അവിടെ പ്രഗ്നന്റ് ലേഡീസ്, കുഞ്ഞുങ്ങൾ, ചൈൽഡ് ബോൺ, ന്യൂ ബർത്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതിന് വേണ്ടി ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ സ്ഥലത്ത് കടന്നു വന്ന് പ്രവർത്തിച്ചു. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ സ്ഥലം തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആളുകൾ, ഹിന്ദുക്കളായ ആളുകൾ ഞങ്ങൾ സമീപിച്ചു. അങ്ങനെ ആ സ്ഥലം ഞങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ സ്ഥലത്ത് 8 വർഷക്കാലം ഹോസ്പിറ്റൽ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ, 99% ആളുകൾ ഹോസ്പിറ്റലിൽ പോകാത്തവരായിരുന്നു. പ്രഗ്നന്റ് ലേഡീസ് ആരും ഹോസ്പിറ്റലിൽ പോകത്തില്ല. അത് ഇപ്പോഴും സിസ്റ്റം ഡീലുണ്ട്. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയാത്തവർ മെഡിക്കൽ കെയർ എടുക്കത്തില്ല. കുഞ്ഞുങ്ങൾ മരിക്കും, തള മരിക്കും. ഈ നിലയിലായിരുന്നു. ഇപ്പോൾ 1% ആളുകൾ സ്റ്റിൽ അത് ഹോസ്പിറ്റലിൽ പോകാത്തവരോടുണ്ട്. അത് അടമന്റായും മനഃപൂർവ്വമായി പോകാതിരിക്കുന്നതുകൊണ്ടും അത് രാവിലെ സിസ്റ്റം അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും നമുക്ക് ഞങ്ങളുടെ ചർച്ചിലുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരി 3 കുഞ്ഞുങ്ങളുണ്ട്. 2ാമത്തെ പ്രസവത്തിൽ അവിടെ 7 ദിവസത്തോളം പെയിനായി ഒരു മൂലയിൽ കുത്തിയിരുന്നു. അവിടെ അമ്മ വിട്ടില്ല, അവിടെ ഭർത്താവ് വിട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് വിട്ടില്ല, സഭ പറഞ്ഞു വിട്ടില്ല. അവസാനം സഭ നിലവിളിച്ച് കരഞ്ഞ് ആ സഹോദരിക്ക് വേണ്ടി ദൈവം അത് മരിച്ചു പോയതുപോലെ ആയിത്തീർന്ന സഹോദരിക്ക് ദൈവം അത്ഭുതകരമായി ഉള്ളിലൊടുക്കിയായിരുന്നു. കാരണം ഗാവിലെ സിസ്റ്റം, വില്ലേജിലെ സിസ്റ്റം അങ്ങനെയാ. അവരെ അമ്മ അവിടെ അമ്മായി അമ്മ ദായി എന്നുള്ള പതിച്ചി അത് ദായി ചെയ്യുന്ന ജോലിയാകിയാൽ അവരുടെ ജോലി നിന്നു പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ധരിച്ചു. പക്ഷെ അങ്ങനെയല്ല. അത് ഗാവിലെ സിസ്റ്റം സമ്പ്രദായങ്ങൾ എങ്ങനെയാ, ഹോസ്പിറ്റൽ ഒരിക്കലേക്ക് കൊണ്ടുപോകത്തില്ല. ഈ നിലകളിലാണ് ദൈവം അവിടെ നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം സാധാരണ ഞാൻ ചെയ്യുന്നത്, അവിടെ ചെയ്യുന്നത് ഒരു വാക്യമേ വായിക്കാറുള്ളൂ. ഒരു വാക്യം വായിച്ചിട്ട് ഒത്തിരി വാക്യം വായിക്കാൻ പറഞ്ഞാൽ ഇവർക്ക് വായിക്കുവാൻ അതേ സമയം പോകും. 2 മെല്ലെ നിന്ന് സംസാരിക്കാൻ ഉള്ള സാവകാശം അവർ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് കേട്ടുകൊണ്ടിരിക്കണം, നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം. ഇതാണ് അവിടുത്തെ ട്രെൻഡ്. ഞങ്ങൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഇല്ലറ്ററസി ആയിരുന്നു. ചർച്ചിൽ വരുന്ന ആളുകൾക്ക് ബൈബിൾ വായിക്കാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ അവർ അഡൽട്ട് എഡ്യൂക്കേഷൻ കൊടുത്താൽ അവരെ പഠിക്കുവാനായി തുടങ്ങിയത്. ബൈബിൾ വായിക്കുന്ന ആളുകൾ ഇല്ലാത്തൊരു സഭയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം പിന്നെ അവിടെ തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് അവിടെ ധാരാളം ആളുകൾ പഠിക്കുന്നവരായി നല്ല നിലയിൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആരംഭിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്റ്റിൽ ആ കാര്യം നടക്കുന്നു. അത് ഇന്ന് എഡ്യൂക്കേഷൻ കുഴപ്പമില്ല. നല്ല ഞങ്ങളെക്കാൾ ഉയർന്ന നിലയിലേക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആ കോളേജിൽ തന്നെ ടീച്ചേഴ്സിനെ കിട്ടും. ആദ്യം തുടങ്ങിയ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവരണമായിരുന്നു. മലയാളികളായ ഹൈസ്കൂളിലെ ഗ്രാജുവേറ്റിനെ ഉപയോഗിക്കണമായിരുന്നു, നോർത്ത് ഈസ്റ്റിലെ കുട്ടികളെ ഉപയോഗിക്കണമായിരുന്നു. പക്ഷെ ഇന്ന് ആ കോളനിയിൽ തന്നെ കുട്ടികളെ, അതേ 12 കഴിഞ്ഞതിന് ശേഷം ജയിക്കും മറ്റും പോകുന്ന കുട്ടികളെ ടീച്ചേഴ്സായി ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു. എനിവേ, അതുകൊണ്ട് ദൈവവചനം അല്പസമയം സംസാരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവവചന കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കാം. The Gospel of John chapter 2 verse 5. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. हिंदी में भी पढ़े हिंदी यूहन्ना की इंजिल दूसरी अध्याय का 5वीं आयत. इंग्लिश में read in English somebody. 2:5 John 2:5. So I will listen children also. Loudly. His mother said to the servants, do whatever he tells you to do. Do whatever he tells you to do. whatever He tells you to do. he tells you to do. UK ലെ കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് ഇച്ചിരി പാടാ മനസ്സിലാല്ല. അവർ നീട്ടിയാ പറയുന്നത്. എനിക്കിഷ്ടമാണ് കേൾക്കുന്നത്. പക്ഷേ കേൾക്കുന്ന ഇഷ്ടമാണെങ്കിലും അവർ മനസ്സിലാക്കാൻ പാടാം. പ്രൈസലോ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷാണ്. പ്രൈസലോ അതുകൊണ്ട് anyway, whatever he tells to do, is it whatever he tells to do? Do it. Okay. Whatever he tells to do it. ദൈവം എന്തെങ്കിലും നമ്മോട് കൽപ്പിച്ചാൽ അത് ചെയ്യും. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. കർത്താവ് നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഞാൻ പ്രസ്താവിപ്പാൻ അല്ലെങ്കിൽ കർത്താവ് പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ വചനത്തിൽ നിന്നാണ്. അവനെന്തെങ്കിലും നമ്മോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരോട് ചോദിക്കട്ടെ, നമ്മോട് ദൈവം എത്രയോ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെയ്യാറുണ്ടോ? ചെയ്യാനായിട്ടുള്ള വില്ലിംഗ് നമുക്കുണ്ടോ? ഒരു വില്ലിംഗ്നെസ്, ഒരു തയ്യാറ് നമുക്കുണ്ടോ?
ദൈവം നമ്മോട് കർത്താവ് പറഞ്ഞത്, കർത്താവ് അന്ന് മറിയ യേശുവിന്റെ അമ്മ മറിയ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം കാനാവിലെ വീട്ടിലെ കല്യാണത്തിന് വേണ്ടി എഴുതിയ വചനമല്ല. ഈ വചനം യുഗങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനം അമേരിക്കയിലും UK-യിലും കേരളത്തിലും ഇന്ത്യയിലും വചനമാണ്. പ്രാചീന സ്ഥലത്ത് ഈ വചനമാണ്. പണ്ഡിതന്മാരുടെ ഇടയിലും വചനമാണ്. സയന്റിസ്റ്റിനും വചനമാണ്. എഞ്ചിനീയർക്കും ഡോക്ടർക്കും ഈ വചനമാണ്. അതായത് ഇവിടുത്തെ എലിസബത്ത് രാജ്ഞിക്കും ഈ വചനമാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും ഈ വചനമാണ്. ഒബാമയ്ക്കും ഈ വചനമാണ്. വചനത്തിന് മാറ്റമില്ല. വചനം സകല മാനവജാതിക്ക് വേണ്ടി കർത്താവിന്റെ വരുവരെയും സ്വർഗത്തിലും സൂക്ഷിക്കുന്ന വചനമായി വചനം അത് ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ഈ വചനം എഴുതിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പാടുന്നു. വിശ്വസിക്കുവാനായിട്ട് പാടുന്നൊന്നും പ്രയാസം തോന്നും. അവരെന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും. അനുസരിക്കുന്ന വിശ്വാസികൾ, അനുസരിക്കുന്ന ശിഷ്യന്മാർ, അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ ആകണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഖാനാവിലെ കല്യാണത്തിലെ കാര്യം മാത്രം പറഞ്ഞു പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഇവിടെ ആഗ്രഹിക്കുന്നത് ദൈവം ഒരു കാലത്തേക്ക് മാത്രമല്ല വചനം എഴുതിയത്. 21ാം നൂറ്റാണ്ടിൽ വസിക്കുന്ന നമുക്ക് വേണ്ടി വചനം അതേ പറയുമ്പോൾ ഇന്നും ദൈവം പറയുന്നത് a new message is giving that you have to do whatever he tells. Children, listen to me. Every children listen to me. Which way I will sometimes say English also. Okay, otherwise you understand from which words I am talking. Okay, listen to me and God will talk to you. Amen. The Holy Spirit will tell you what uncle is telling. Okay, what pastor is telling. Amen. The message you will get it. So that's why the Holy Spirit is given to the church. Amen. The people, those who are not able to understand, they will also understand. Hallelujah. ഞാൻ ഇന്ത്യയിലേക്ക് വരുവാൻ കാരണം ഞങ്ങളുടെ ചർച്ചിൽ ഒരു നേപ്പാളി അമ്മച്ചി വന്നു. ഒരു ദിവസം മലയാളം ആരാധനയിൽ പുറകിൽ വന്നിരുന്ന അമ്മച്ചി വന്നിരുന്നെ കൈയടിക്കാൻ തുടങ്ങി, തുള്ളാൻ തുടങ്ങി. ഈ അമ്മച്ചി ആരാധനയത്തിൽ ആരാധന കഴിഞ്ഞിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 35 വർഷങ്ങൾക്ക് മുമ്പ് AGയുടെ പ്രവർത്തനത്താൽ UP അർദോയി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഡൽഹി വന്നതിന് ശേഷം എനിക്ക് ആരാധന കിട്ടിയില്ല. ഇന്നും ഷേർലി എന്ന് പറയുന്ന ഒരു സഹോദരി ബൈബിൾ ഇങ്ങനെ കൈ പിടിച്ച് കറുത്ത പുസ്തകം പിടിച്ച് അവർ വീട്ടിന് അടുത്തു നിന്ന് ഇറങ്ങി ഹോളിലേക്ക് വരുമ്പോൾ ഈ സഹോദരിയെ ഫോളോ ചെയ്തു. ഇവളെവിടെ ഈ ബൈബിൾ കൊണ്ട് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ഇവിടെ പുറകെ വന്ന് കയറി അമ്മച്ചിയാണ്. നേപ്പാളിക്കാരി അമ്മച്ചിയായ അമ്മച്ചി വന്നിരുന്ന ആരാധന കണ്ടപ്പോൾ ഇവരെവിടെയോ ബന്ധുക്കോസ് ആരാധനയെ സംബന്ധിച്ചവരാണല്ലോ എന്ന് തോന്നി അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർ ബന്ധുക്കോസ് ചർച്ചിൽ തന്നെ രക്ഷിക്കപ്പെട്ടവരായിരുന്നു. ഇവരെ ആ അമ്മച്ചി വന്നപ്പോൾ ആ അമ്മച്ചി മലയാളികളായി നമ്മോട് ചേർന്ന് മലയാളത്തിൽ പാടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവർക്ക് മലയാളം അറിയത്തില്ല. പക്ഷെ അവർ ചുണ്ട് കണ്ടാൽ, പാട്ട് കണ്ടാൽ, കയ്യടി കണ്ടാൽ ഇവര് മലയാളം അറിയാവുന്ന നേപ്പാളി അമ്മയാകും. അവരെ നമ്മോട് ചേർന്ന് ആരാധിക്കാൻ തുടങ്ങി. നമ്മുടെ കൂട്ടത്തിൽ കൈയടിക്കാൻ തുടങ്ങി. 2ാമത്തെ ആഴ്ച വന്നപ്പോൾ ആവരണം ഊരി വന്നു. ഞങ്ങൾ ചോദിച്ചു, എന്താ ആവരണം വരാൻ കാരണം? ഞാനിവിടെ വന്ന് ഇവിടുത്തെ സഹോദരിമാർക്ക് ആർക്കും ആവരണമില്ല, അതുകൊണ്ടാണ് ഞാൻ ഊരി വന്നത്. ഒറ്റ ആഴ്ച കൊണ്ട് അവർ ആവരണം ഊരി വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ അമ്മച്ചി ഇപ്പോൾ 87 വയസ്സുണ്ട്. ഇപ്പോൾ 87, നല്ല കൊച്ചിരി ഒരു അമ്മച്ചി, നല്ല അമ്മച്ചി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ മലയാളി അമ്മച്ചിമാരെ പോലെ ഉള്ള അമ്മച്ചിയാണ്. ഇത്ര പ്രത്യാശ, ഇത്ര ധൈര്യം, ഇത്ര വിശ്വാസം. അവർ നിമിത്തമായി എത്രയോ ആളുകൾ നേപ്പാളിൽ നിന്ന് കടന്നു വന്ന് ഡൽഹിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരിച്ച് നേപ്പാളിലേക്ക് പോയി അവരുടെ ലോക്കൽ ഗ്രാമങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാൻ വിശ്വാസികൾ ആരംഭിച്ച സഭകൾ ഉണ്ട്. അവർ ഡൽഹിയിൽ പാർക്കുന്നു. അവരുടെ മകളെ വിശ്വാസത്തിലാണ്, മരുമകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, മകനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ വീട്ടിൽ വരുന്നവർക്കെല്ലാം അവൾ പോപ്പുലറാണ്. അവരുടെ പേര് മാർത്ത മമ്മി എന്നാണ്. സദ്രിക ഹോസ്പിറ്റൽ സ്റ്റാഫായി ഇപ്പോൾ റിട്ടയർഡായി. റിട്ടയർമെന്റ് പൈസയുണ്ട്. പക്ഷേ അവരെ അരികിൽ ചെന്ന ഏത് പാസ്റ്റർമാരായാലും മണിക്കൂറുകളോളം അവരെ അരിക്കലിരുന്ന് വർത്തമാനം പറഞ്ഞു പോകും. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ പറയും. അവർ പറയുന്നത് കർത്താവ് വാനമേഘത്തിൽ വന്നെങ്കിൽ നിൽക്കുന്ന കർത്താവ് വരാറായി പാസേ, എനിക്ക് പോകണം, എനിക്ക് പോകണം, എനിക്ക് കർത്താവ് വാനമേഘത്തിൽ. ഓ അമ്മച്ചനെ സന്തോഷിക്കും. കർത്താവ് വരും, സഭയടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മച്ചൻ തടയുന്നില്ല. അമ്മച്ചയുടെ സന്തോഷം എന്ന് പറയുന്നത് വലിയ പ്രത്യാശയുള്ളതാണ്. ഇനി ഞാൻ പറയാമെന്നത് അത് നമ്മുടെ ആരാധന വന്ന ആ കുഞ്ഞുങ്ങൾ, ആ അമ്മച്ചി നിമിത്തമാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഹിന്ദിയിലേക്ക് പഠിക്കുവാനും അല്ലെങ്കിൽ സംസാരിക്കാനും തുടങ്ങിയത്. മലയാളികളായ ആളുകളുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ ആ ചർച്ച് അവിടെ കൂടി വന്നിരിക്കുന്ന ആ മലയാളം ചർച്ച് ഇപ്പോൾ ഹിന്ദി ചർച്ചാണ്. അത് മോളും വരുവാനാണ് നടത്തുന്നത്. 600 കുട്ടികൾ ആ സഭയിൽ നിന്നുണ്ട്. 600 ചിൽഡ്രൻ. വിശ്വാസികൾ പിള്ളേരല്ല, ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളുടെ അടുത്തുള്ള സ്ലാം, ഏറ്റവും വലിയ സ്ലാം അവിടെയാണ് ഗോതബരി. ആ സ്ലമിൽ നിന്ന്
ഞങ്ങൾക്ക് ഏറെ വർഷങ്ങളെ പ്രവർത്തിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ആ അറിവ് കിട്ടിയില്ല, ദർശനം കിട്ടിയില്ല. എന്നാൽ ഞങ്ങളുടെ മരുമകൻ ബൈബിൾ ടീച്ചറായിരുന്നു. അദ്ദേഹം പാസ്റ്ററാകാൻ താല്പര്യപ്പെട്ട ആളല്ല. 5 വർഷക്കാലത്തോളം തന്നെ പാസ്റ്റർ ആകത്തില്ല എന്ന് പറഞ്ഞ് ഡൽഹിയിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷവും വന്നു. എന്നാൽ ദൈവം ഒരു എൻകൗണ്ടറിങ് നടത്തി, ദൈവം ഒരു ഇടപാട് നടത്തി. ആ ഇടപാടോടുകൂടി എൻ്റെ മകളും പാസ്റ്ററെ കിട്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഒരു ടീച്ചർ എന്നുള്ള നിലയിലാണ് കെട്ടിച്ചത്. പക്ഷേ അവൾ കർത്താവിന് വേല ചെയ്യാനായിട്ട് സമർപ്പിച്ചു. രണ്ടുപേരും കൂടെ അവർ ഇന്ത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. നല്ല അനുഗ്രഹമായിരിക്കുന്ന ഒരു കൂട്ടായ്മ എവിടെയുണ്ട്. 600-ൽ പരം കുട്ടികളെന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മണി മുതൽ 11:30 മണി വരെ 2 മണിക്കൂർ ഹിന്ദി കുട്ടികളുടെ ചർച്ച. സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ചെയ്യും, അവർ ഡാൻസ് ചെയ്യിപ്പിക്കും, അവരെ ആരാധിപ്പിക്കും, വചനം പറയും, ഈ നിലകളിൽ പാട്ടുകൾ കാണിച്ച് പാടിപ്പിക്കും. അവരെ അല്പം കുറച്ച് അവരുടെ നിലവാരങ്ങൾ അനുസരിച്ച് അവർക്ക് ഇഷ്ടമാകുന്നവണ്ണം കുറച്ചുകൂടെ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഒക്കെ അവരെ ആരാധിക്കുന്ന 2 മണിക്കൂർ കുഞ്ഞുങ്ങളുടെ ആ ചർച്ചാണ്. അതിനുശേഷമാണ് ഇന്ന് വലിയവരായിരിക്കുന്ന ആളുകളുടെ ചർച്ച്. ആ ചർച്ചിലാണ് അമ്മച്ചി ആരാധനയ്ക്കായി ഇപ്പോൾ കൊടുക്കൊണ്ടിരിക്കുന്നത്. ഇനിവേ ഞാൻ പറയാവുന്ന കാര്യം, യേശു നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് കൽപ്പിച്ചാലും അതുപോലെ ചെയ്യുക. എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യും. കൽപ്പിക്കുന്നത് ആരാ? ദൈവം. ആരോടാ കൽപ്പിക്കുന്നത്? നമ്മോടാ കൽപ്പിക്കുന്നത്. മനുഷ്യരോടാണ് കൽപ്പിക്കുന്നത്. മനുഷ്യരോടാണ് ദൈവം കൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന പ്രകൃതിയുണ്ട്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന സമുദ്രമുണ്ട്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ആകാശമുണ്ട്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗജാലങ്ങളുണ്ട്. എല്ലാം ദൈവത്തെ അനുസരിക്കുന്നു. മനുഷ്യപുത്രന്മാരും അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി നമ്മൾ ഏറ്റവും അധികമായി അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പൂർണ്ണഹിത പ്രകാരം. There is a will of God and perfect will of God. ദൈവത്തിന്റെ ഹിതവുമുണ്ട്, ദൈവത്തിന്റെ പൂർണ്ണഹിതവുമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരായിരിക്കാം ചിലര്, എന്നാൽ പൂർണ്ണഹിതം ചെയ്യുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഹിതം അല്ലായിരുന്നു ഇസ്രായേൽ ഒരു രാജാവിനെ കൊടുക്കുക. എന്നാൽ അവർ പറഞ്ഞു, ദൈവമേ എന്തിന്റെ ഹിതമാ? ഞങ്ങളുടെ ഹിതമാ, ഞങ്ങളുടെ ഇഷ്ടമാ, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ദൈവം പറഞ്ഞു എന്റെ ഹിതമല്ല, പക്ഷെ അവർ പറഞ്ഞു എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം. എല്ലാ രാജ്യങ്ങൾക്കും രാജാക്കന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് ഒരു രാജാവില്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനെ കിട്ടിയേ പറ്റൂ. എന്താ പിടിച്ചോ എന്ന് പറഞ്ഞു? എന്താ പിടിച്ചോ? നിർബന്ധത്താൽ വാങ്ങിച്ച രാജാവാണ് ശൗൽ രാജാവ്. ഇസ്രായേലിന്റെ ഭരണത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തിയോക്രാറ്റിക് റൂൾ, ദൈവം ഭരിക്കുന്ന ദൈവിക ഭരണമുള്ള ഒരു കൂട്ടത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ ദർശനം. ശ്രദ്ധിക്കണമേ, സഭയെ കുറിച്ച് തന്നെ ആഗ്രഹിക്കുന്നത് എ തിയോക്രാറ്റിക് സിസ്റ്റം, നോട്ട് എ മോണോക്രസി. തിയോക്രസി, നോട്ട് എ മോണോക്രസി. പിന്നെന്തുവാ? തിയോക്രസി ഉണ്ട്, മോണോക്രസി ഉണ്ട്, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ. തിയോക്രസി, ഡെമോക്രസി. അതൊരു അമ്മയോട് പെട്ടെന്ന് വിട്ടുപോയത്. ഡെമോക്രാറ്റിക് സിസ്റ്റം, ഡെമോക്രസി, തിയോക്രസി ആൻഡ് മോണോക്രസി. നമ്മെ എന്നെ നിങ്ങളെ ഇൻഡിവിജ്വലി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭരിക്കുന്നത് ആരാണ്? നിങ്ങളെ നടത്തുന്നത് ആരാണ്? നിങ്ങളുടെ ട്രെയിനിങ് ചെയ്യുന്നത് ആരാണ്? വാഴുന്നത് ആരാണ്? വാഴ്ച നടത്തുന്ന ആരാണ്? നിങ്ങളുടെ ഗൈഡ് ആരാണ്? നിങ്ങളുടെ ലീഡർ ആരാണ്? നിങ്ങളുടെ അഗ്വായി ചെയ്യുന്നത് ആരാണ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിൽ ഭരിക്കുന്നത് ആരാണെന്നുള്ള. നമ്മെ നടത്തുന്നത് ആരാണ്? സ്വയത്തിന്റെ ആത്മാവാണോ? മോണോക്രസി, എന്നെ മാലിക്ക് ഞാൻ തന്നെയാ, എന്റെ ഓണർ ഞാൻ തന്നെയാ, ഞാൻ പറയുന്ന പോലെ കാര്യം നടക്കേണ്ടത്, ഞാൻ എന്റെ ഇഷ്ടമാണ് വീട്ടിൽ നടക്കേണ്ടത്, ഞാൻ പറയുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം, ഭാര്യ കേൾക്കണം എന്നൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഞാൻ പറയുന്നത് പോലെയാണ് എന്റെ ലൈഫ് ആയിരിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. I am the owner. ഞാനാണ്, my lordship is in me. എന്നിൽ ഉള്ള എന്റെ കർത്തൃത്വം, എന്റെ അധികാരം എനിക്കാണ്. ഞാൻ അത് ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ തത്വം മാറ്റത്തില്ല, എന്റെ സിലബസ് മാറ്റത്തില്ല, എന്റെ തിയോളജി മാറ്റത്തില്ല, എന്റെ ഐഡിയകൾ മാറ്റത്തില്ല, ആശയങ്ങൾ മാറ്റത്തില്ല. ഞാൻ എന്ന് പറയുന്ന ആ നിലയിൽ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്കുണ്ട്. എന്നാൽ ദൈവങ്ങളെ ഞാൻ പറയട്ടെ, God doesn't want to see that one. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് കേൾക്കേണ്ടതിന് വേണ്ടി തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു, തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ ശബ്ദങ്ങൾ കേട്ട കാലം ഉണ്ടായിരുന്നു, കേൾക്കാത്ത കാലം ഉണ്ടായിരുന്നു.
കേൾക്കാത്ത കാലത്ത് ദൈവം അവരെ ശിക്ഷിച്ചു, ദൈവം അവരെ അടിച്ചു, ദൈവം ഉപദ്രവിച്ചു. ഇസ്രായേലിനെ അടിക്കുവാൻ വേണ്ടി നാലുപാടും മുസ്ലിങ്ങളെ ആക്കിയിരിക്കുക. സ്റ്റിൽ ഇപ്പോഴും യോർദാൻ, ടർക്കി, ഈജിപ്റ്റ്, സകല ഗൾഫ് രാജ്യങ്ങളെയും ആക്കിയിരിക്കുന്നത് ഓരോ വടിയുമായിട്ടാണ്. എന്തിനാ അവനെ അടിക്കുന്നത്? തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ നേർവഴിയിൽ നടന്ന് ദൈവഹിതം ചെയ്ത് തിയോക്രാറ്റിക് ഭരണം അനുഭവിക്കേണ്ടതിന് വേണ്ടി ഇസ്രായേലിനെ ഭൂമിയുടെ നടുക്ക് ദൈവം വെച്ചിരിക്കുന്നു. എവിടെയെങ്കിലും അല്ല, ഏതെങ്കിലും കോണിലല്ല. ഭൂമിശാസ്ത്രപരമായി ഇസ്രായേൽ നിലനിൽക്കുന്നത് ഭൂമിയുടെ മധ്യസ്ഥാനത്താണ്. ആര് നോക്കിയാലും മധ്യത്തിനാ. അമേരിക്കക്കാർ നോക്കിയാലും ഇന്ത്യക്കാർ നോക്കിയാലും മധ്യത്തിനാ. ഏഷ്യൻ കൺട്രിയിൽ ഇസ്രായേലിനെ വെച്ചിരിക്കുന്നത് ഒരു 4 വക്കിൽ നിൽക്കുന്ന ആളുകൾ ഭയങ്കരമായി വടിയും കൊടുത്ത്, ന്യൂക്ലിയർ വെപ്പൺ കൊടുത്ത്, ആറ്റം ബോംബ് കൊടുത്ത്, ഹൈഡ്രജൻ ബോംബ് കൊടുത്ത്, എയറോപ്ലെയിൻ കൊടുത്ത്, തീവ്രവാദികളെ കൊടുത്ത്, ലെബനോണിൽ കൊടുത്ത്, ടർക്കിക്കാരെ കൊടുത്ത്, യോർദാൻകാരെ കൊടുത്ത്, ഈജിപ്തുകാരെ കൊടുത്ത്, അനേക നാലുപാട് മൂടിയിരിക്കുന്ന ശത്രുക്കളെ എന്ന് പറയുന്നത് ദൈവം നടത്തിയിരിക്കുന്ന ആ ഇസ്രായേലിനെ തൊട്ടാൽ, ആ ഇസ്രായേലിനെ തൊടുന്ന അവസരങ്ങളിൽ ദൈവം ചോദിക്കുന്ന അവസരമുണ്ട്, ദൈവം ചോദിക്കാത്ത അവസരമുണ്ട്. ഏതെങ്കിലും അറ്റത്ത് കയറി ആക്രമിച്ചാൽ ആക്രമണം നടത്തുവാനായി അനുവദിക്കുന്ന ദിവസമുണ്ട്, അനുവദിക്കാത്ത ദിവസമുണ്ട്. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുള്ള കാലമുണ്ട്. ചരിത്രം പറയുന്നു. ഇസ്രായേലിനെ നോക്കി ആണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ പഠിക്കേണ്ടത്? കർത്താവിന്റെ വരവ് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിലോട്ട് നോക്കാൻ പറയും. കണ്ണ് നോക്ക്, കണ്ണാടിയിൽ ഇസ്രായേലിനെ നോക്കി അറിയാം കർത്താവ് എപ്പോൾ വരുന്നു. ഇസ്രായേലിനെ നോക്കിയാൽ അറിയാം കർത്താവ് എപ്പോൾ വരുമെന്ന്. അമേരിക്ക ഒബാമയ്ക്ക് എതിരായി, പക്ഷേ മാറ്റും. അവർ ഭയപ്പെടുന്നില്ല. അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു തീവ്രമായ ചിന്തകളുണ്ട്. ഇനി ആരെതിർത്താലും ആരെല്ലാം എന്തെല്ലാം ചെയ്താലും വചനപ്രകാരം പ്രവചനപ്രകാരം സംഭവിക്കേണ്ടത് സംഭവിച്ചു വരികയാണ്. ഒരു കാര്യം പറയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ദൈവം 40 ദിവസം പോയി ദേശം ഒറ്റുനോക്കുവാൻ പറഞ്ഞു. ഒറ്റുനോക്കുവാൻ 40 ദിവസമായിട്ട് 40 days 40 ദിവസം ദേശം ഒറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ 10 പേര് ബാഡ് റിപ്പോർട്ടുമായി വന്നു, 2 പേര് ഗുഡ് റിപ്പോർട്ടുമായി വന്നു, നല്ല വാർത്തയുമായി വന്നു. ദൈവം പറഞ്ഞു, എന്റെ ജനത്തിന്റെ ഇടയിൽ പരദൂഷണം പറഞ്ഞ്, വേണ്ടാതനം പറഞ്ഞ്, അഹങ്കാരം പറഞ്ഞ് എന്റെ ജനത്തിനെ ഹൃദയത്തെ മടിപ്പിച്ച അവരെ ഉടനെ ദൈവം കൊന്നു കളഞ്ഞു. 10 പേരെ. 2 പേരെ ദൈവം ജീവനോട് വെച്ചു. 2 പേരെ ദൈവം ജീവനോട് വെച്ചു. മാത്രമല്ല അവർ വന്നു പറഞ്ഞ കാര്യത്തോട് പറഞ്ഞു, ഈ തലമുറ, നമുക്ക് ജനിക്കുന്ന തലമുറ അവിടെ പോയാൽ പട്ടുപോയി തന്നെ രക്ഷപ്പെടത്തില്ല. അവർ പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു. ദൈവം പറഞ്ഞു, അവര് കേരളത്തിൽ എന്ന് പറഞ്ഞ തലമുറയെ ഞാൻ അവിടെ കയറ്റും, നിന്നെ ഞാൻ നശിപ്പിക്കും, നിങ്ങളെ ഞാൻ നശിപ്പിക്കും. ആ തലമുറയെ വാഗ്ദത്തം ചെയ്ത നൂന്റെ മകനായ യോശുവയും യെഫുന്നെയുടെ മകനായിരിക്കുന്ന കാലേബും ഒഴികെ എണ്ണപ്പെട്ട എല്ലാ ഇസ്രായേലും മരിച്ചുപോയി. എന്നാൽ അവർ കേരളത്തിൽ എന്ന് പറഞ്ഞ തലമുറ അതിലേക്ക് ദൈവം കയറ്റി. ദൈവം അത് കയറ്റി. 40 ദിവസം, ഓരോ ദിവസത്തിലും ഓരോ സംവത്സരമായി എണ്ണി ഞാൻ നിങ്ങളെ 40 സംവത്സരം ഈ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിപ്പിക്കും. ശ്രദ്ധിച്ചോ? ദൈവം പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുകയും എന്ന് പറയുന്നതിന് മുമ്പിൽ കേൾക്കേണ്ട ഒരു വാണിയാണ്. ആ തലമുറ മൊത്തം നശിക്കാൻ കാരണം ദൈവം പറഞ്ഞത് കേൾക്കാത്ത തലമുറയായി. ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമേ. ദൈവം നമ്മളോട്, യേശു നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ച ചില വിളികളുണ്ട്. ദൈവത്തിന്റെ ചില പർപ്പസ് ഉണ്ട്. ഈ സമയക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ ഹിന്ദിയിലൂടെ പാട്ട്, ഹിന്ദി പാട്ട് കൂടെ, ഹിന്ദി അറിയാവുന്ന ആളുകളുടെ വൈ കാണ്ട് വി സിംഗ് ഹിന്ദി സോങ്. ഒരു ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലെ അപ്പച്ചന്മാർ ഹിന്ദിയിൽ അതിലാണ് പറയുന്നത്. ഏതെങ്കിലും കടയിൽ ചെന്ന ചായ കുടിച്ചിരുന്ന നേപ്പാളിയ അല്ലെങ്കിൽ അവിടെ ബംഗാളിയ, അവനെ കൈ കൊടുത്ത് നിൽക്കുന്നതാണ് ആ ഒന്നാമത് മലയാളിയ. പ്രേക്ഷകർ മലയാളം പറഞ്ഞ ഭാഷ അത് ചായ കുടിച്ചു വരുന്നവനെ കണ്ടാൽ അവൻ മലയാളിയാണെന്ന് പറയത്തില്ല, മലയാളി അല്ലെന്ന് പറയത്തില്ല. മലയാളിയെ പോലെ ഇരിക്കുന്ന നിലയിലേക്ക് ഇന്ന് നാട്ടിൽ കൊട്ടാരക്കര അല്ലെങ്കിൽ ആയൂർ അല്ലെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്ട്, കോട്ടയം ശേഷിച്ച് എറണാകുളം ഭാഗങ്ങൾ കടന്നാൽ നോർത്ത് ഇന്ത്യ പോലും തൊട്ടുപോകും നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക. സൗത്ത് ഇന്ത്യൻസ് ആയിരിക്കുന്ന നമ്മൾ അനേക നാടുകളിലേക്ക് ചിതറി. നിങ്ങൾ പോയ സ്ഥാനത്ത്, നമ്മൾ പോയ സ്ഥാനത്ത് ഇന്ന് നോർത്ത് ഇന്ത്യൻസിനെ ദൈവം നാട്ടിലേക്ക് അയച്ചു. ഇന്ന് വീട് പണിയാൻ നോർത്ത് ഇന്ത്യനാണ്, കൃഷി ചെയ്യാൻ നോർത്ത് ഇന്ത്യനാണ്, പശുവിനെ പാല് കറക്കാൻ നോർത്ത് ഇന്ത്യനാണ്, പശുവിനെ പാല് കറക്കാൻ, അമ്മയെ നോക്കാൻ നോർത്ത് ഇന്ത്യനാണ്, അമ്മച്ചിയെ നോക്കാൻ നോർത്ത് ഇന്ത്യനാണ്.
എന്ന് വേണ്ട അവരുടെ അപ്പച്ചനെ നോക്കാൻ നോർത്ത് ഇന്ത്യനാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണമേ, കൃഷി കാര്യങ്ങൾ ചെയ്യാൻ അവനാ എന്ന്. ഇതൊക്കെ വെറുതെ സംഭവിച്ചു എന്ന് വിചാരിക്കണ്ട. ദൈവം ചെയ്തൊരു കാര്യം ശ്രദ്ധിക്കണമേ, ദൈവം ആ നാട്ടിലേക്ക് മറ്റു നാട്ടുകാരെ വന്നു നമ്മളെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ ഈ നാട്ടിൽ നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലല്ല, നിങ്ങൾ വന്നിരിക്കുന്നത് യു കെയിലാണ്. നിങ്ങൾ യു കെയിൽ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ യു കെയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പർപ്പസ് ഉണ്ട്. ഇവിടെ നമ്മൾ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും പൈസയായി മരിച്ചവിടെ കുഴിച്ചിട്ട് പോകാനല്ല നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊക്കെ സംഭവിക്കും പ്രോസസ്. പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ നാട്ടിൽ യേശുവിന്റെ നാമം നിമിത്തം ചെയ്യാൻ കഴിയുമോ? വൈകാണ്ട് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല? ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകളെ കൂട്ടി ആരാധിക്കാൻ കഴിയത്തില്ലേ? നിങ്ങൾ പറയും വരത്തില്ല, അവരെവിടെ കേൾക്കത്തില്ലെന്ന്, മുടിഞ്ഞു പോയ ജാതി എന്ന് പറയും, നശിച്ചവരെന്ന് പറയും, ചർച്ചില്ലാത്തവർ, ചർച്ച വയ്ക്കുന്നവരെന്ന് പറയും. ഒത്തിരി കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ടോ? നശിക്കുന്ന ഇടങ്ങളിൽ നിന്നാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പാപത്തിന്റെ മധ്യത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവകൃപ പകരുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് പകർന്ന് ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധ്യമല്ലെങ്കിൽ അല്ലെന്ന് തോന്നിയാൽ നമ്മുടെ തലമുറകളെ കൊണ്ട് ജനറേഷൻ why you came here. ഞാൻ ഇന്നും രാവിലെ അവിടുത്തെ ചരിത്രം പറയും, എല്ലാ ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്നവർ പറയും പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. You came here not to learn English. ഇംഗ്ലീഷ് ആണെങ്കിലും പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അറിയാം ഒരൊറ്റ മതപരന്മാർ ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് അവരെ പഠിപ്പിക്കേണ്ട, അവർ പഠിച്ചോളൂ. ഇവരെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട, അവർ തന്നെ പോയി പഠിച്ചോളൂ. ഇവരെ കല്യാണം കഴിപ്പിക്കണം ബന്ധപ്പെട്ട അവർ കഴിച്ചോളൂ. ഇവർക്ക് വേണ്ടി പൈസ കൂടി ഞങ്ങൾ ചിന്തിക്കണം, അവർ ഉണ്ടായിക്കോളൂ. അതെ, ഇവർക്ക് വേണ്ടി സേവ് ചെയ്യേണ്ട കാര്യമല്ല. അവർക്കും നിങ്ങളുടെ പണം ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ആവശ്യമാണ്, നമ്മൾ അനുഭവിച്ച സത്യം, ആ പാരമ്പര്യം, ആ വിശ്വാസം, ആ പ്രാർത്ഥന, ആ ഐതിഹ്യം, ആ ചരിത്രം, നമ്മൾ വന്ന പാതയെ കുറിച്ച് ഈ കുഞ്ഞുങ്ങളോട് പറയണം. ആ കുഞ്ഞുങ്ങൾ ഇന്നിഷ്ടം പോലെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കാത്ത കാലഘട്ടത്തെ കുറിച്ച് പറയണം. നിസ്സപ്പോൾ വസ്ത്രമുള്ളപ്പോൾ വസ്ത്രമില്ലാത്ത കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ പറയണം. നമ്മുടെ പിതാക്കന്മാരില്ലാത്ത കാലഘട്ടങ്ങൾ അനുഭവിച്ചതിനെ കുറിച്ച് പറയണം. വിശ്വാസത്തെ കുറിച്ച് പറയണം. തിമോത്തിയോസിനെ ദൈവം തന്റെ സഭയെ ഏൽപ്പിക്കാൻ കാരണം തിമോത്തിയോസിനെ എടുക്കുന്നുമല്ല. തിമോത്തിയോസിന് പറഞ്ഞു, തിമോത്തിയോസേ, നിന്നിലുള്ള വിശ്വാസം നിന്റെ അമ്മയിലും നിന്റെ വലിയമ്മയിലും ഞാൻ കണ്ടു. നിന്നിലും ആ വിശ്വാസം ഉണ്ടെന്ന് കണ്ടതിനാൽ ചെറുപ്പക്കാരനായിരിക്കുന്നു നിന്നെ എന്റെ സകല സഭകളുടെയും കർത്താവിന്റെ സഭയുടെ സകല ഉത്തരവാദിത്വവും ചെറുപ്പക്കാരെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എവിടുന്നാ പാരമ്പര്യം കിട്ടിയ? അമ്മയിൽ നിന്ന്, വല്യമ്മയിൽ നിന്ന്, അമ്മയിൽ നിന്ന് അവനിലേക്ക് പൗലോസിൽ കൂടി ലഭിച്ച വിശ്വാസത്താൽ അഗ്രഗണ്യനായി തീർന്ന ഈ തിമോത്തിയോസിനെ ദൈവം അങ്ങനെ ഉപയോഗിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകരുക, ഈ കുഞ്ഞുങ്ങളെ കർത്താവിനായി കൊടുക്കുക, ഈ കുഞ്ഞുങ്ങളെ യേശുവിനായി കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരും നമ്മുടെ നാട്ടിൽ വേണ്ടിയല്ലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയതുപോലെ കരുതേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. നിങ്ങൾ കരുതി വെക്കുന്ന വെറുതെയാകും, നിങ്ങൾ ഉണ്ടാക്കുന്ന വെറുതെയാകും, നിങ്ങളുടെ സ്വപ്നം വെറുതെയാകും. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇന്ന് ഓതി സ്പൂണിനകത്ത് നമ്മൾ ആഹാരം കൊടുക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ കൊടുക്കേണ്ടത് സ്പൂണിനകത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസം കൊടുക്കണം. ചർച്ചിലേക്ക് കൊണ്ടുപോകണം, കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകണം, ഏത് മീറ്റിങ്ങിലും കൊണ്ടുപോകണം. കരയാൻ പറയണം, പ്രാർത്ഥിക്കാൻ പറയണം, ഉപവസിക്കാൻ പറയണം, ആരാധിക്കാൻ പറയണം, ആത്മാവിൽ ആരാധിക്കാൻ പറയണം, ബൈബിൾ വായിക്കുവാൻ പറയണം. ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾ മാത്രം അവർക്ക് കൊടുത്താൽ മതി, ബാക്കി ദൈവം ചെയ്യും. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ രാജ്യത്തെ ആളുകളെ നേടേണ്ടതിന് വേണ്ടിയാണ് മലയാളികളായി നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ ഫ്ലറിഷായി ഇംഗ്ലീഷുകാരെ ചർച്ച നടത്തിക്കൊണ്ടുന്ന കാലത്ത് എന്തുകൊണ്ട് ഇന്ത്യക്കാരെ നിങ്ങളെ കൊണ്ടുവന്നില്ല? അന്ന് മലയാളിയിലായിരുന്നു, അന്ന് നേഴ്സില്ലായിരുന്നു, അന്ന് നേഴ്സുമാരില്ലായിരുന്നു വേണ്ടി. അന്ന് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഇപ്പോൾ എന്തിനു കൊണ്ടുവന്നു? ഇവിടുത്തെ ജാതി ജീർണിച്ചു, ഇവിടുത്തെ സിസ്റ്റം അവസാനിച്ചു, ഇവിടെ ക്രിസ്ത്യാനിറ്റി തീർന്നു. ഈ തീർന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് ഉത്ഭവിക്കേണ്ടതിന് വേണ്ടി ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ടല്ല ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഫാമിലി വിശ്വസിക്കുന്നു, മലയാളികളായ ഇന്ത്യക്കാരെ നമ്മെ കൊണ്ടാണ് ചെയ്യാൻ, മറ്റു രാജ്യക്കാരെ കൊണ്ടല്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ ആരംഭിച്ചതായിരിക്കുന്ന വിശ്വാസം ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ പേർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യണമെന്നല്ല, ഞങ്ങളെ പോലെ പാസ്സാകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ മിഷണറിമാരാകണം, മിഷണറി മൈൻഡഡ് ആകണം. അവർ കൊടുക്കുന്ന പോക്കറ്റ് മണി അവർ ദൂർത്തടിക്കാൻ സമ്മതിക്കരുത്. അവർ കൊടുക്കുന്ന പോക്കറ്റ് മണി എന്നൊരു ഭാഗം മിഷണറിമാർക്ക് വേണ്ടി കൊടുക്കുവാനായി അവരെ ഏൽപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് $9 ഒരു കുഞ്ഞു കൊണ്ടുവന്നു. ക്രിസ്റ്റി കൊണ്ടുവന്നിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയ പോക്കറ്റ് മണിയുടെ പകുതി പൈസയാ, $9. അവൻ കുറച്ച് ചില്ലറയായിട്ട് എൻ്റെ ഇതിലേക്ക് വന്നു. ഞാൻ വിചാരിച്ചു എന്ത് മേടിക്കണം. അത് ഞാൻ അവൻ്റെ അപ്പനെ വിളിച്ച് ചോദിച്ചു, എന്തോ ഈ കുഞ്ഞു പറയുന്നത്? അവനെ കിട്ടിയ പോക്കറ്റ് മണിയുടെ $9 എനിക്ക് തരുന്നു. അത് ഞങ്ങളങ്ങനെ പിടിപ്പിച്ചു വെച്ചിരിക്കുക.
കാരണം അവന് ഒരു സമയത്ത് ഞങ്ങൾ പൈസ കൊടുക്കുമായിരുന്നു, ചിലവാക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. എന്നാൽ അത് കുഴപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൈസ കൊടുക്കും. പക്ഷെ അവനോട് പറഞ്ഞ് ഈ പൈസ ചിലവാക്കരുത്, ഇത് വയ്ക്കണം, ഇതിനകത്ത് 50% നീ ചിലവാക്കണം, 50% മിഷണറി വർക്കിന് കൊടുക്കണം. അന്ന് മുതൽ ആ കുട്ടി മിഷണറി വർക്കിന് വേണ്ടി 50% അപ്പൻ കൊടുക്കുന്നത് അമ്മ കൊടുക്കുന്നത് മാറ്റി വയ്ക്കാൻ തുടങ്ങി. ആ കുഞ്ഞിനെ $9 കൊടുത്ത 50% കൊടുക്കുന്ന കുഞ്ഞിനെ അവനെ ആരാക്കാൻ കഴിയത്തില്ല ദൈവത്തിന്. അവനെ ആരാക്കാൻ കഴിയത്തില്ല ദൈവത്തിന്. ആരാക്കുന്നല്ലേ ചോദിക്കേണ്ടത്? അവൻ ആരാകത്തില്ല, അവനാരാകത്തില്ല. മിശ്രീമായി അവന്റെ ഹൃദയത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ദൈവദാസന്മാർ കൊടുക്കുവാൻ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്നവരായിരിക്കും. ആരാധിക്കുന്ന സഭ, പ്രാർത്ഥിക്കുന്ന സഭ, കൊടുക്കുന്ന സഭ. ഇതാണ് ദൈവസഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Praying church, a worshiping church, a giving church. ആരെങ്കിലും സഭ കൊടുക്കാത്ത സഭയുണ്ടെങ്കിൽ, ആ സഭയെ നിശ്ചയമായതിനും പൊട്ടി. കൊടുക്കാത്ത സഭയുണ്ടെങ്കിൽ, കാരണം അക്യുമുലേറ്റ് ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നെവർ ഹി അലൗ. ആരെ അക്യുമുലേറ്റ് ചെയ്യുവാൻ അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതിയാണത്. ഇസ്രായേൽ സഭയെ, ദൈവത്തിന്റെ യെരൂശലേം സഭയെ അക്യുമുലേറ്റ് ചെയ്തവർ അവർ കിട്ടുന്നതെല്ലാം കൂട്ടിവെച്ചു. ഒരു സ്ഥലത്ത് കൂടി, ഒരു സ്ഥലത്ത് ആരാധിച്ചു, ഒരു സ്ഥലത്ത് തിന്നു, ഒരു സ്ഥലത്ത് കുടിച്ചു, ഒരു സ്ഥലത്ത് ആത്മാവിൽ ആരാധിച്ചു. ഒരു സ്ഥലം, അത് മതി അവർക്ക്. അവർക്ക് വീടും വേണ്ട, നാടും വേണ്ട, ഒരു സ്ഥലം. അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ആരാധിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു. ഇതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതിയോ ഭൂലോകമെമ്പാടും പോയി എന്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം നിറവേറ്റാൻ തോന്നപ്പോൾ പീഡനം തീരുമാനിച്ചു. അപ്പോസ്തലന്മാരെ ചിന്തിച്ചു. നമ്മള് കുറെ ആളുകൾ വിശ്വസിക്കുന്നത് അപ്പോസ്തലന്മാരിൽപ്പെട്ടതായിരിക്കുന്ന തോമസ് ഇന്ത്യയിലേക്ക് വന്നു, അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. അതിനെതിരെയുള്ള വാദങ്ങളുമുണ്ട്. ഏതായാലും ശരി, എല്ലാവരും ചിതറി, എല്ലാവരും ചിന്തിച്ചതിൽ പോയി. ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുക. നമ്മുടെ കൽപ്പിക്കാത്ത കാര്യം ചെയ്യുവാൻ ഒരു പക്ഷേ നമുക്ക് താല്പര്യം കാണും. കൽപ്പിക്കുന്ന കാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് പോയി മനസ്സിലാക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ ചെയ്യുവാൻ നമുക്ക് പാടുണ്ട്. എന്നാൽ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അങ്ങനെയല്ല പറഞ്ഞത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുകയും. എന്നോട് എൻ്റെ അനുഭവങ്ങൾ ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട്. എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ അതെനിക്ക് അനുഗ്രഹമായി ഭവിച്ചു. ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ അത് വലിയ ബ്ലെസ്സിംഗ് ആയി മാറി. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? നമ്മളെ വൈകാരിക്കാനല്ല. ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാൻ പറയും നിങ്ങൾക്ക് ഗുണം ഉണ്ടാകാനല്ല. ആ ഗുണം ഉണ്ടാകാനാ. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് ഗുണം ഉണ്ടാകുക. അവിടെ വന്നിരിക്കുന്ന കല്യാണത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അതെ വീഞ്ഞ് കിട്ടേണ്ടതിന് വേണ്ടി അതെ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ന് ചെയ്താൽ അതിനെ അനുഗ്രഹിച്ച് ഞാൻ എന്റെ ജനത്തിന് വേണ്ടി വീഞ്ഞ് കൊടുക്കുവാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തെങ്കിലും നമ്മൾ കൽപ്പിച്ചാൽ എന്ന് ചെയ്താൽ അത് നമുക്ക് അനുഗ്രഹമാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടെ എന്റെ കൂടെ 7 പേരാണ് വടക്കിന്ത്യയിലേക്ക് ഹൈസ്കൂളിലേക്ക് വന്നത്. അവരെല്ലാം മടങ്ങിപ്പോയി. ഞാൻ മാത്രം പോയില്ലെന്നല്ല, ദൈവം വിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ മാത്രം പോയില്ലെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യല്ല. എന്റെ ദൈവം വിട്ടതുമില്ല, എനിക്ക് മനസ്സ് തോന്നിയതുമില്ല. എന്റെ അപ്പച്ചൻ വെച്ച് 82-ൽ ഗ്രീൻ പാർക്കിൽ വസിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കാഴ്ചപ്പാടും പോയി, ദർശനവും പോയി, വിളിയും പോയി. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. ഇവയെ 5 പേരുണ്ട്. ആ 4 സഹോദരിമാരും ഒരു സഹോദരനുണ്ട്. ഞാൻ മാത്രം കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്റെ അപ്പച്ചൻ 82-ൽ നല്ല പ്രായത്തിൽ, ഞാൻ പാസ്സായ ചെറുതയുള്ളൂ, 80-ലാണ് ചെല്ലുന്നത്. 2ാമത്തെ വർഷം, 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ് മരിച്ചു. എന്റെ പിതാവിനെ കുറിച്ച് എനിക്ക് ആശ ഉണ്ടായിരുന്നു. ഞാൻ പ്രായമായി വയ്യാതായി നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും കാലത്ത് ചെല്ലുമ്പോൾ എന്റെ അപ്പൻ എനിക്കൊരു വീടുണ്ടാക്കിയിട്ടിരിക്കും. അതേ ഒരു വീടാണ് വേണ്ടത്. അത് നാട്ടിൽ ചെല്ലുമ്പോൾ അതേ വസ്തു കുറച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്നത്തെ കൂടിനെ ദൈവം ഇളക്കി. എന്റെ അപ്പനെ കൊന്നെന്ന് പറഞ്ഞാൽ കൊന്ന ഭാഷ പറഞ്ഞത് ശ്രദ്ധിക്കണം. ആ ഭാഷ പറഞ്ഞത് എന്റെ 100% ആ 100% आशा मेरा यही था, मेरा पापा मेरे लिए घर में एक घर बनाएगा, गांव में एक घर बनाएंगे. लेकिन परमेश्वर ने वो खोसला को तोड़ दिया. मैं जाके भरोसा के साथ वहां रहने के लिए मैं आशा रखा था, लेकिन उसको परमेश्वर ने तोड़ के फेंक के और उनको ബൈബിൾ പറയുന്ന കടികൾ തന്നെ കൂടരയ്ക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കബറക്കുവാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ യാക്കോബിനെ പഠിപ്പിച്ചു. അവൻ ആശ്രയമായിരുന്ന കൊമ്പിനെ ഞാൻ ഇളക്കി കളഞ്ഞു. പല തള്ളക്കരകൾ അല്ലെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നു. ശൂന്യാകാശത്തിന് ഈ കൂടിനെ പൊളിച്ചു കളഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് എപ്പോഴെങ്കിലും പോയി ആശ്രയിപ്പാൻ
കുഞ്ഞിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നു. എന്നെ പറക്കുവാൻ ഇങ്ങനെ പഠിപ്പിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുക. எனவே അങ്ങനെ എന്റെ പിതാവ് മരിച്ച അവസരത്തിൽ ഞാൻ ദൈവത്തോട് 3 ദിവസം ചോദിച്ചു, ട്രെയിനിൽ നിന്ന്, ദൈവമേ എന്തുകൊണ്ട് നീ എന്നോട് വിളിച്ചു? എനിക്ക് മറുപടി കിട്ടില്ല. ഞാൻ അവിടെ ചെന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ഈ വീട്ടിൽ നോക്കുവാൻ ആരുമില്ല. അപ്പച്ചൻ മരിച്ചു പോയല്ലോ. അമ്മച്ചി കടയിൽ പോലും ഇറങ്ങി ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് IPC കുട്ടാരക്കര സെന്ററിലെ പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചുള്ള പാസ്റ്റർ സി കനാനിയൽ എന്നെ വളരെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എനിക്കെപ്പോഴും അവസരം തരുന്ന ഒരാളായിരുന്നു. എന്നെ ആ സഭയിൽ വിശ്വാസിയായിരുന്നു. ഞാൻ എപ്പോൾ ചെന്നാലും എനിക്ക് കൺവെൻഷനും മീറ്റിങ്ങുകളൊക്കെ അവസരം, മാസയോധനൊക്കെ അവസരം തരുമായിരുന്നു. എന്നെ വളരെ ഇഷ്ടമായി ജീവിച്ചിരുന്ന കാലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ പാർക്കാം എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. ആ അമ്മയ്ക്ക് ദൈവാത്മാവ് പറഞ്ഞു, നിന്നെ വിളിച്ച വിളി അനുസരിച്ച് നീ പെട്ടണം, ഇവിടുത്തെ കാര്യം ഞങ്ങളെ ദൈവം നടത്തിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മ നിർബന്ധിച്ചു വിടുകയായിരുന്നു. അങ്ങനെ തിരിച്ച് ഡൽഹിയിലേക്ക് പിന്നെ ഞാൻ മടങ്ങി വന്നു. അത് മടങ്ങി വന്നതിന് ശേഷം തിരിച്ചു പോകുവാനായിട്ട് ഇന്നുവരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ദൈവവിധമായ ഘട്ടങ്ങളിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും. മലയാളികളായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഫേമേ, ഞാനിപ്പോൾ ബിലായി ചർച്ചിന്റെയോ ബോംബെ ചർച്ചിന്റെയോ ധാരാവി ചർച്ചിന്റെയോ അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ ചർച്ചിന്റെയോ പാസ്റ്ററായിട്ട്, മലയാളം ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഇരിപ്പാനേ ഫേമേ എനിക്ക് കഴിയത്തുള്ളായിരുന്നു. ചർച്ചക്കോട് ഒരുപക്ഷെ അങ്ങേറ്റം വന്ന എന്റെ കൂട്ടുകാരൻ ജൂനിയർ സഹോദരനാണ് ഇപ്പോൾ ബോംബെയിലെ ഓവർസിയർ ജോസഫ് ഡാനിയൽ. അത് എനിക്ക് അങ്ങേറ്റം വന്നാൽ അവിടുത്തെ ഒരു ഓവർസിയർ ആയിരിക്കാൻ കഴിയും. 5 വർഷം 4 വർഷം 3 വർഷം മലയാളികളുടെ ഓവർസിയറായിരുന്നു, ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററായിരുന്നു സേവനം ചെയ്യുന്ന ഒരു സ്വപ്നം എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ. IPCയിലാണെങ്കിൽ അങ്ങേറ്റം വന്ന ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ ആകാൻ കഴിയും. കുമ്പനാട്ടിൽ നിന്ന് മത്സരിക്കാൻ കഴിയും. ഒരു വലിയ ഇലക്ഷനിൽ എനിക്ക് പാസ്സാകാൻ കഴിയും. പക്ഷേ വോട്ട് പിടിച്ച് ഇതിനപ്പുറമായി എനിക്ക് എന്താകാൻ കഴിയും? മലയാളിക്ക് ഇതിനപ്പുറമായി മലയാളിക്ക് എന്താകാൻ കഴിയും? പക്ഷേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ പർപ്പസ് ഉണ്ടായി, ദൈവത്തിന്റെ കോൾ ഉണ്ടായി. ഞാൻ ഇന്ത്യക്കാരുടെ മേഖലയിലേക്ക് നിർബന്ധമായി മാറ്റിയതാന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഇന്നും ഹിന്ദി ബൈബിൾ വായിക്കാൻ അറിയത്തില്ല. ഐ നെവർ റീഡ് ഹിന്ദി ബൈബിൾ. ഞാൻ ഇപ്പോഴും വായിക്കത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ മണിക്കൂറുകളോളം പ്രസംഗിക്കും. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നത് എന്താണെന്നും നല്ലതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും പ്രസംഗിക്കും. ഞാൻ ആളുകൾക്ക് മനസ്സിലാകുന്നു, മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അക്ഷരം പ്രാപിക്കുന്നു. പ്രസംഗം നിർത്താൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. ഈ നിലയിൽ ഞാൻ പ്രസംഗിക്കും. എനിക്കൊരു വചനം കിട്ടിയാൽ മതി. ഞാൻ വചനം തുരുതുര സംസാരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് ആ വചനങ്ങളെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ശുശ്രൂഷിക്കുന്നു. ഞാൻ സത്യമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ പറയട്ടെ, ഞങ്ങൾ ഇന്ത്യക്കാരുടെ ആരാധനയ്ക്ക് അവിടെ കൂടുതൽ ഒരു ദിവസം 50 പേരുണ്ടെങ്കിലും അടുത്ത ദിവസം 10 പേരേ ഉള്ളൂ. ഇങ്ങനെ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ആരംഭത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. ദൈവമേ, മലയാളം ചർച്ചിൽ 2-2.5 മണിക്കൂറുകൾ ആരാധിച്ച് 2 മണിയൊക്കെ ആരാധിച്ചിട്ട് ആരാധന നടത്തി മടുത്ത് ക്ഷീണിച്ച് ആരാധിച്ചെന്നുള്ള തൃപ്തി അടഞ്ഞ് വീട്ടിലേക്ക് സന്തോഷത്തോടെ വന്ന് ആഹാരം കഴിച്ച് കിടന്നുറങ്ങുന്ന എനിക്ക് ഇന്ത്യക്കാരുടെയും അതേ ഉപരിതലത്തിൽ മാത്രമല്ല ഇവരോട് ആരാധിക്കാനായിട്ട് കഴിയുന്നില്ല, ആരാധിപ്പാൻ കഴിയുന്നില്ല. ഈ ജനം എന്നൊരു ജനമായി ഇതിന്റെ മധ്യത്തിലേക്ക് ദൈവമേ ഞങ്ങളെ എന്തിനു കൊണ്ടുവന്നൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ആരംഭഘട്ടങ്ങളിൽ കറണ്ടില്ല, വെള്ളമില്ല. ഈ നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു ദിവസം ഒരു ദൈവദാസൻ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്ന ദൈവത്തിന് വലിയ പർപ്പസ് ഉണ്ട്. നിങ്ങൾ മടുത്തു പോകരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ മടങ്ങിപ്പോകരുത്, നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത്. ഈ സ്ഥലത്ത് തന്നെ താമസിക്കണം. ഇവിടെ മലയാളിയില്ല, ക്രിസ്ത്യാനിയില്ല, വരുന്നവർ അടുത്തയാഴ്ച കാണത്തില്ല. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയൊരു ജനസമൂഹം ഇവിടത്തേക്ക് ഒഴുകി വരുന്നതാണ്. ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കാനും ഇവിടെ ആയിരങ്ങൾ ആളുകൾ ഒഴുകി വരുന്നതായി അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ദൈവത്തെ അവിശ്വസിക്കാൻ വയ്യ. അത് സംഭവിക്കുമോ? അത് എന്ന് സംഭവിക്കും? എത്ര നാളുകൾ എന്ന് വേണ്ടി വരും? ഞാൻ പറയട്ടെ, പ്രൈസോള ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗ്യാതറിംഗ് വിളിച്ചാൽ 600-700 ആളുകൾ കൂടുവാനുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ 700-600 പേർക്ക് ആരാധനയ്ക്ക് ഇങ്ങനത്തെ സ്ഥലമില്ല. അവർക്ക് ഓപ്പൺ സ്ഥലത്താണ് ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള അവസരങ്ങൾ കൂടുന്നത്. വിശേഷിച്ച അവസരങ്ങളിൽ അല്ലെങ്കിൽ നോർമലി 200-ലധികം ആളുകൾ ആരാധനയ്ക്കായി കൂടി വരുന്നു. 120 കുട്ടികൾ ഞങ്ങളുടെ ബിൽഡിങ്ങിനകത്തുണ്ട്. ചർച്ചുണ്ട്, ബൈബിൾ കോളേജുണ്ട്. ഒരു വാങ്ങുവാൻ എനിക്ക് നിവൃത്തിയില്ലാത്തവനായിരുന്നു. എന്നാൽ എണ്ണിയാൽ തീരാത്ത ഫാനും പങ്കിയും ബെഡുകൾ വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഗ്രീൻ പാർക്കിൽ താമസിക്കുമ്പോൾ സർവന്റ് ക്വാർട്ടർ താമസിക്കുന്ന കാലത്ത് മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവിടെ ആരെങ്കിലും വന്നാൽ കിടക്കുവാൻ സ്ഥലമില്ല, ഒരു പാസ്റ്റർ വന്നാൽ കിടക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു സ്ഥലം ദൈവമേ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ജനതാ ഫ്ലാറ്റ് കിട്ടിയ ആ സ്ഥലത്ത് എത്ര ആളുകൾ വേണമെന്ന് ഡൽഹി വരുന്നവരെ താമസിച്ച് പാർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമേ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 80, 81, 82 വർഷങ്ങളിൽ അന്ന് പേപ്പർ കട്ടിങ് ഞാൻ എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് 270 രൂപ ശമ്പളം വാങ്ങുന്ന ഞാൻ
25,000 രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങുവാനെന്ന് കഴിയില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ 16,000 രൂപയ്ക്ക് 1986 ആ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇന്ന് അത് 60 ലക്ഷം. അന്ന് 16,000 രൂപയ്ക്ക് വാങ്ങിച്ചത് ഇന്ന് 60 ലക്ഷം രൂപ കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ്. പ്രൈസലോ. ആ സ്ഥലത്ത് ഞങ്ങൾ ആ സ്ഥലം ഉണ്ടാക്കി ഗ്രാജുവലി പണിതാ. പ്രൈസലോ. ഇന്ന് 100 പേര് ഒന്നിച്ചു വന്നാലും താമസിക്കുവാനുള്ള സ്ഥലം ദൈവം തന്നിരിക്കുന്നു. ഒരേ സമയം തന്നെ 60-50 പേർക്ക് ആഹാരം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കത്തക്ക നിലയിലേക്ക് ദൈവം ഞങ്ങളെ സഹായിച്ചതിന്റെ കാരണം ഞാൻ പറയട്ടെ, whatever he tells. എന്റെ അനുഭവത്തിൽ വിളിച്ചതിൽ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്റെ മഹിമയോ ഈ കാര്യത്തെ കുറിച്ച് പറയുവാണല്ലോ, എന്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞതിന്റെ കാര്യം നിങ്ങളോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സംസാരിക്കാനുണ്ട്. whatever he tells. അവൻ എന്തെങ്കിലും പറയാൻ whatever he tells to do. അവൻ എന്തെങ്കിലും നമ്മോട് പറയാൻ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരു വലിയൊരു കൂട്ടം ആളുകൾക്ക് നമ്മൾ അനുഗ്രഹമായി മാറും. നമ്മുടെ ചാനൽ ബ്ലെസ്സിംഗ് ആയി മാറും. ദൈവം നമ്മളെ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നു. അതേ തേരോടിച്ച് കടന്നു പോകുന്ന തേരിൽ നിൽക്കുന്ന ഒരു ഷണ്ണനെ കുറിച്ച് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ നീ ഓടി ആ തേരിന്റെ അരികിലേക്ക് ചെല്ലുക. അവരോട് ചെന്ന് ചോദിക്ക, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അവരോട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ സഹോദര? പറഞ്ഞു, ഒരു പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ ഞാൻ കയറിയിരിക്കട്ടെ. അവർ പറഞ്ഞു, കയറിയിരിക്കുക. കയറിയിരുന്നപ്പോൾ 83-ാം അധ്യായം യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ട് പോകുന്ന ഒരു ഷണ്ണായ മന്ത്രിയാണ് കാണുന്നത്. 51-ാം അധ്യായത്തിൽ നാം പ്രഖ്യാപിച്ചു വിസ്തരിച്ചു കൊടുത്തപ്പോൾ ആ രഥത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനമെടുത്തു. വെള്ളമുള്ള സ്ഥലത്ത് നിന്നപ്പോൾ അവൻ വെള്ളത്തിൽ സ്നാനം മുങ്ങി. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ആ വസ്തുവിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ തന്റെ വഴിക്ക് പോയി. എന്നാ പറയട്ടെ, എത്യോപ്യയിൽ ക്രിസ്ത്യാനികളുടെ കാരണം ശ്രദ്ധിച്ചേ, എത്യോപ്യയിൽ ക്രിസ്ത്യാനികളുടെ കാരണം ഈ ഷണ്ണന്റെ മാനസാന്തരമാണ്. Can you imagine? 86 അമേരിക്കയിൽ നിന്ന് ഞാൻ മടങ്ങി ഡൽഹിയിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു സഹോദരി, ഒരു എത്യോപ്യക്കാരിയായിരുന്നു. ഞാൻ സംസാരിച്ച് പരിചയപ്പെട്ടു. പറഞ്ഞു, എത്യോപ്യയിൽ നിന്ന് അമേരിക്കയിൽ പഠിക്കാൻ വന്നിയാ. എത്യോപ്യ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. എത്യോപ്യ ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനികളുണ്ടോ? ഉണ്ട്. ഏത് സഭയാണ് അവിടെയുള്ളത്? ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയായി എത്യോപ്യയിൽ ക്രിസ്ത്യാനിറ്റി വന്നത്? ശരിയാമോ? ആ പെണ്ണ് പറഞ്ഞത്, കോളേജിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞത്, ആ കറപ്പി പെണ്ണ് പറഞ്ഞത്, അവളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഏതാ? എത്യോപ്യയിലെ ഷണ്ണനോട്, മന്ത്രിയോട് ദൈവവചനം പറഞ്ഞു കൊടുത്ത ഫിലിപ്പോസിനാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അത് എത്യോപ്യയിലേക്ക് വന്ന ആദ്യത്തെ കൺവേർട്ട്. ചരിത്രം എത്യോപ്യയിലെ അറിയാം. കൽക്കട്ടയിൽ കടന്ന് ചോദിച്ചാൽ പറയും, ഇവിടെ നിങ്ങളെ ക്രിസ്ത്യാനികളാക്കിയത് ആരാന്ന് ചോദിച്ചാൽ പറയും വില്ലിംഗല്ല. ഇപ്പൊ ചോദിച്ചാൽ പറയും മദർ തെരേസയ. കുറെ ആളുകൾ പറയും ബ്രിട്ടീഷുകാരാണ്. See, somebody is there. ദൈവം എന്തെങ്കിലും നമ്മോട് പറഞ്ഞാൽ അതുപോലെ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടം ചിന്തിച്ച് കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങിയത് പ്രസംഗിപ്പാനെ മനസ്സിലാത്ത പത്രോസേ അവൻ പറഞ്ഞു, no, I will not go. I am a Jew. I cannot go. I will not go. അവൻ ജാതിയാ, അവൻ പുറപ്പുറപ്പ് കിടക്കുന്ന അവനേക്കിലേക്ക് പോകാൻ എന്നോട് പറയരുത്. ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് വെളിപ്പാട് കൊടുത്തു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. എന്നാൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ 1 പ്രാവശ്യമേ ദൈവം പറഞ്ഞുള്ളൂ, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. ഉടനെ അവൻ ആളെ അയക്കുകയാണ് ചെയ്തത്. അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ വിളിച്ചു, വാ കുട്ടി, യജമാനിയുടെ വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവിൽ ബന്ധിച്ചു കൊണ്ടുപോകുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ജോയിമോനോട് സംസാരിക്കുകയായിരുന്നു. അവൻ ഒരു 5 മിനിറ്റ് കിട്ടിയെങ്കിൽ അവൻ ഓടി മറ്റപ്പോസന്മാരോട് പോയി ചോദിച്ചാനെ, ഞാൻ പോട്ടോ? യഹൂദന്മാർക്ക് നിഷിദ്ധമായിരിക്കുന്ന കാര്യം ചെയ്യാൻ ഏത് വിലയാ? ഇല്ലെങ്കിൽ അതെ ഇവിടുത്തെ ബാപ്റ്റിസ്റ്റുകാരുടെ ഇടയിൽ ഒരു സമ്മേളനത്തിൽ എന്നിട്ട് പറഞ്ഞു, എന്നെ ജാതികളെ ഇടയിലേക്ക് ആളുകളെ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു, എനിക്ക് ദർശനമുണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ജാതികളെ നേടാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ജാതികളെ നേടാൻ ദൈവം മറ്റാരെയും തിരഞ്ഞെടുത്തോളൂ. ചരിത്രമായി ഞാൻ പറഞ്ഞത്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജാതികളെ നേടാൻ ജാതികളിൽ നിന്ന് ദൈവം ആരെങ്കിലും എഴുതിപ്പിച്ചോളും എന്ന് പറഞ്ഞ ആ വില്യം കയറി മടുത്തില്ല. ഇന്ത്യയുടെ പടം തൂക്കിയിട്ട് പ്രാർത്ഥിച്ച ഇന്ത്യയുടെ മാപ്പ് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അന്നത്തെ പഴയ ഇന്ത്യയുടെ മാപ്പ്, ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെയുണ്ട്, ഇന്ത്യയെ കുറിച്ചുള്ള ബൈബിൾ അവിടെയുണ്ട്, ഇന്ത്യൻ ബുക്സ്, ഇന്ത്യയിലെ ലാംഗ്വേജസ് വെച്ചിരിക്കുന്ന ഷോക്കേസ് അവിടെയുണ്ട്. ഞാൻ കടന്നുപോയി കണ്ടു. ഞാൻ കണ്ണുകൊണ്ട് ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യൻ്റെ കൂടെ വന്നിട്ട്
അതേ വാസ്തവം മതിമറന്നു. ഓ, ഞങ്ങൾ പ്രസംഗിക്കുന്ന വില്യങ്കേറി തിയോളജിക്കൽ കോളേജുകൾ ടീച്ചറുണ്ട്. എൻ്റെ 76 മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയ വില്യങ്കേരി നഗരമുണ്ട്, വില്യങ്കേരി മണ്ഡപമുണ്ട്, വില്യങ്കേരി സ്മാരകമുണ്ട്, വില്യങ്കേരി ഹോളുണ്ട്, വില്യങ്കേരി തിയോളജിക്കൽ കോളേജുണ്ട്. വില്യങ്കേരി എന്നാൽ യാതൊരു മനുഷ്യനെ കുറിച്ച് തിയോളജിക്കൽ കോളേജിൽ കേൾക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ മനുഷ്യനായിരുന്നു, ആ മനുഷ്യനുണ്ടായ കാരണം എന്ത്? ഹല്ലേലൂയ. ചെറിയ വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ 20 വയസ്സിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാറ്റമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകുവാൻ കാരണമായി തീർന്നത്. അദ്ദേഹത്തിന് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യും, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് എല്ലാ ലോകത്തുള്ള സകല ആളുകളും ബാപ്റ്റിസ്റ്റുകാരും എടുത്തു പൊക്കി പറയുന്ന വലിയ സ്മാരകമായി വെച്ചിരിക്കുന്ന വില്യങ്കേരി ഒരു കാലത്ത് ബാപ്റ്റിസ്റ്റുകാർ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ദർശനത്തെ അംഗീകരിച്ചിരുന്നില്ല. പൗലോസിന്റെ ദർശനത്തെ അപ്പോസ്തലന്മാർ അംഗീകരിക്കാത്ത പോലെ അദ്ദേഹത്തിന്റെ ദർശനം അംഗീകരിച്ചില്ല. പക്ഷേ ദൈവം അംഗീകരിപ്പാൻ ഇടയാക്കി തീർന്നപ്പോൾ ഇന്ന് സറാംപൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് ഇന്ത്യയിലെ സകല അച്ഛന്മാർ പഠിക്കുന്നത്. ബാപ്റ്റിസ്റ്റുകാരും പെന്തക്കോസ്തുകാരും പിന്നെ പ്രഥമക്കാരും യാക്കോബക്കാരും എന്ന് വേണ്ട സകല തിയോളജിയൻസും അച്ഛന്മാരും പഠിക്കുന്നത് സറാംപൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യക്കാർക്ക് എന്തൊരു തിയോളജിക്കൽ കോളേജ് ഇന്ത്യക്കാരായ ആരുണ്ടാക്കി? ഇത് ഒരു പക്ഷേ പറയാൻ കാണുമായിരിക്കാം. പക്ഷേ നമ്പർ 1 സറാംപൂർ യൂണിവേഴ്സിറ്റി. ദൈവം എന്തെങ്കിലും നമ്മൾ കൽപ്പിച്ചാൽ അത് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരാളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ ദൈവജനത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് നോക്കിയ എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് എന്നോട് നിർബന്ധമായി പറഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് പോയതിനാൽ എന്റെ ഭാര്യയുടെ അസുഖം മാറി. എനിക്ക് നോക്കുന്നില്ല, അവിടെ ഒരു ദൈവസഭ പണിയപ്പെടുവാനിടയായി. 200-ലധികം ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിരിക്കുന്ന ആളുകൾ സഭയിലേക്ക് വരുവാനിടയായി. മലയാളികൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളുടെയാണ്, എൻ്റെ മോനും എൻ്റെ മരുമോളും ഞാൻ എൻ്റെ ഭാര്യയുള്ളൂ. ഇളയമോൾ ബസ് പാർക്കുന്നു, മൂത്തമോൾ വേറെ പാർക്കുന്നു. അവർ ഇന്ത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഞാനിന്ന് മരിച്ചാൽ അവിടെ സഭ കാണും. എൻ്റെ മക്കൾ എവിടെയെങ്കിലും പോയാൽ അവിടെ സഭ കാണും. അവിടെ ഉണ്ടായ പ്രവർത്തനത്താൽ അവിടെ ആളുകളാൽ പറഞ്ഞാൽ ആ സ്ഥലത്ത് ഏതൊരു ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് രക്ഷിക്കപ്പെട്ടോ ആ സ്ഥലങ്ങളിലേക്ക് അവർ കടന്നുപോയി അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് അനേക ഗ്രാമങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആളുകൾ തിരിച്ചു അവർ വീട്ടിൽ സുവിശേഷം പറയുകയും ഞങ്ങൾ വളർത്തിയ 180-ൽ പരം ആളുകൾ കുട്ടികളെ അവരുടെ വീട്ടുകളിൽ സുവിശേഷം പറയുകയും അനേക അമ്മമാരും അപ്പന്മാരും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്ത് അതാത് മേഖലകളിൽ നിന്ന് ഈ കുട്ടികൾ നിമിത്തമായി അത് കർത്താവിനെ അറിയുവാനിടയായി. ദൈവമക്കളെ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസിൻ പ്രകാരം നമ്മൾ അവന്റെ ചാനൽ അവന്റെ ട്രാക്കിൽ നമ്മൾ നിലനിന്നാൽ ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ടതിന്, ലോകരാജ്യങ്ങൾ പ്രയോജനപ്പെടേണ്ടത്, ഈ രാജ്യത്തെ പ്രയോജനപ്പെടേണ്ടതിന് ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ ഉപയോഗിക്കുമെന്നുള്ളത് അത് നിശ്ചയമായ കാര്യമാണ്. ശബരിനോട് പറഞ്ഞു, ശബരിനെ അടിച്ച് താഴെയിട്ട് ദമസ്കോസിന് വെളിപ്പെടാതെ പണിവാതിൽ കിടക്കുന്ന ശബരിനോട് പറഞ്ഞു, ശബരിൽ ചോദിച്ചു വാശാലു ഞാൻ എന്ത് ചെയ്യണം? ബോധരഹിതനായിക്കണ കണ്ണു കാണാൻ കഴിയാതെ കിടക്കുന്ന ആ ശബരിനോട് ദൈവം ശബരി ചോദിച്ചു, ആരാണ് എന്നെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നത്? ഞാൻ പേഴ്സിക്യൂട്ടറാ, ഞാൻ ആളുകളെ ഉപദ്രവിക്കുന്നതിനാ. എന്നെ ഉപദ്രവിച്ചതാരാ? എന്നെ അടിച്ചതാരാ? അദ്ദേഹം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നാസറേയനായ ക്രിസ്തുവാണ് ഞാൻ. നീ ഉപദ്രവിക്കുന്ന നാസറേയനായ ക്രിസ്തുവാണ് ഞാൻ. അപ്പോൾ കാര്യം വിശദീകരണം കൂടാതെ മനസ്സിലായി. ഇപ്പോൾ അടിച്ചിട്ടിരിക്കുന്ന ആരാണ്? അടുത്ത ചോദ്യം ചോദിച്ചത് only one question. ഒറ്റ അടി കൊണ്ട് താഴെ വിടുവൻ. തിമിരം കൊണ്ട് കണ്ണുമൂടിയവൻ ചോദിച്ചത് ഒറ്റ ചോദ്യമേ ചോദിച്ചു. ആ ചോദ്യം പെർഫെക്റ്റ് ചോദ്യമായിരുന്നു. ചോദ്യം ഒരു എക്സലന്റ് ചോദ്യമായിരുന്നു. അത് യേശുവിനെ വളരെ ഇഷ്ടപ്പെട്ടു, കർത്താവിനെ വളരെ ഇഷ്ടപ്പെട്ടു. അവൻ ചോദിച്ച വാശാലയുണ്ടോ? ഞാനെന്ത് ചെയ്യാം? അതിന്റെ അർത്ഥം നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയേണ്ടതിന് നിന്റെ അരികിലേക്ക് ഞാൻ ഒരുവനെ വിടും. അവൻ നിന്നോട് പറയും, അപ്പോൾ നീ കേൾക്കണം, നീ ഇത് ചെയ്യണം. പാവപ്പെട്ട അനന്യാസ് ഉദ്ദേശിച്ചോട് ദൈവം പറഞ്ഞു, അനന്യാസേ, നീ എഴുന്നേറ്റ് ദമസ്കോസിന്റെ പടിവാതിക്ക് ചെല്ല്, ഒരുത്തനെ ഞാൻ അടിച്ച് താഴെയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാ കർത്താവേ? കർത്താവ് പറഞ്ഞു, പതുക്കെ പറഞ്ഞു, ശൗല്. ഏത് ശൗല്? തർസൂസുകാരനായ ശൗല്. എന്നെ കൊണ്ട് പറ്റിയില്ല. അവനെ കൊന്നാൽ അവന്റെ ഇരിക്കലേക്ക് എന്നെ വിടുക എന്ന് പറഞ്ഞാൽ
അവനെ കുറിച്ചുള്ള ശ്രുതി പേടി എന്ന് ഭയങ്കരമാണ്. ദൈവമേ ഞാൻ പോകത്തില്ല. ദൈവം പറഞ്ഞു, അനന്യാസേ ഞാനല്ലയോ നിന്നോട് പറഞ്ഞു നീ പോകാം. അനന്യാസ് സ്വദേശിയായ കർത്തദാസനെ നീ പോകാം, ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പോകും. അനന്യാസ് പേടിച്ചു കുറച്ചാ പോയത്. രക്ഷപ്പെടും. അനന്യാസ് എന്നവരുടെ പേര് കൈവച്ചു, പ്രാർത്ഥിച്ചു. ആ അനന്യാസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ കണ്ണിലെ തിമിരം താഴെ വീണു. അവൻ കണ്ണ് കാഴ്ചയുള്ളവനായി എഴുന്നേറ്റ് നിന്നു. അനന്യാസിനോട് ചോദിക്കുക, ഞാൻ എന്തോ വേണം? അനന്യാസ് പറഞ്ഞു, പാപ്പാ ചലോ, വെള്ളത്തിലേക്ക് പോയാ നിന്നെ സ്നാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, അയാൾ റെഡി. അവനെ സ്നാനപ്പെടുത്തി. ഇനി പറഞ്ഞ ഞാൻ എന്തോ വേണമെന്ന്. വാ, അവിടെ കുറച്ച് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാർ, മലയാളികൾ. അവരുടെ വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം. അവൻ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ എന്തോ വേണം? ഇതിനോട് ഇനി അവൻ അവിടെ ഇരുന്നു. അതെ, അവനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പൗലോസേ, നീ ഇവിടെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? നീ യെരൂശലേമിലേക്ക് പോ. പ്രൈസ് ദി ലോർഡ്. ചുരുക്കം പറഞ്ഞാൽ ദൈവം പൗലോസിനോട് പറഞ്ഞതുപോലെ അവൻ ചെയ്തതിനാൽ നമ്പർ വൺ ഹീറോ ഇൻ ദ ബൈബിൾ. ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും കൂടുതൽ യേശുവിനേക്കാൾ കൂടുതൽ എന്ന് പ്രസംഗിക്കുന്നത് പൗലോസിനെ കുറിച്ചാണ്. പ്രസംഗകന്മാരായ ഞാനും നമ്മളൊക്കെ കൂടുതൽ ഒരുപക്ഷങ്ങൾ പ്രസംഗിക്കുന്നത് ഇന്ന് പൗലോസിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്നത് 16 ലേഖനങ്ങൾ എഴുതിയ പൗലോസിനെ കുറിച്ചാണ്. അവന്റെ തെരഞ്ഞെടുപ്പ്, അവന്റെ വിളി, അവന്റെ അഭിഷേകം, അവന്റെ കൺവേർഷൻ, അവന്റെ പ്രഖ്യാപനങ്ങൾ, അവന്റെ ഉപദേശങ്ങൾ, എന്നല്ല എല്ലാ പുതിയ നിമിത്തം എടുത്ത് പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരെല്ലാം പൗലോസിന്റെ വചനത്തെ എടുത്താൽ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് ജനമേ, ഞാൻ പറയട്ടെ, അവൻ എന്തെങ്കിലും നമ്മൾ കൽപ്പിച്ചാൽ, നമ്മൾ അതുപോലെ ചെയ്താൽ, കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എത്രയോ പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. എന്റെ വാക്കുകളെ വചനത്തിൽ കൂടി അവസാനിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഇന്ന് പകൽക്കാർ ദൈവം ചിലത് തൊട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായ യു വിൽ ബി യൂട്ടിലൈസ്ഡ്. നിങ്ങൾ ദൈവം ഉപയോഗിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. അഞ്ചാമത്തെ വയസ്സിൽ ഡൽഹിയിലുണ്ടായിരുന്ന, കൂട്ടായ്മയിലുണ്ടായിരുന്ന, ഷാർജയിൽ താമസിക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ ആലോചന പറഞ്ഞു. ഞാൻ മറന്നുപോയി. ആ കുട്ടിയാണ് എന്നെ ഇന്ന് UK വരുത്തിയത്. അവർക്ക് 22 വയസ്സ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ 2ാം വർഷം പഠിക്കുന്നു. പേര് ആൽഫ എന്ന. ആ കുട്ടിയോട് അന്ന് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. അവരുടെ അപ്പനും അമ്മയാണ് പേപ്പർ അയച്ചതിന് ഇവിടെ വരുത്തിയത്. കൂട്ടായ്മയിലുണ്ടായിരുന്ന വിശ്വാസികൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നവരാ. ഇവിടെ വന്നപ്പോൾ ഞാൻ അവരെ സഭയിൽ സൂക്ഷിക്കുമ്പോഴാണ് അത് അവളെ കുറിച്ച് എന്തോ ആലോചന പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, പാസ്റ്റർ ആലോചന ഇവിടെ 5ാമത്തെ വയസ്സിൽ പാസ്റ്റർ പറഞ്ഞതാ. എനിക്ക് ഓർമ്മയിൽ ഐ ഡോണ്ട് റിമെമ്പർ, ഞാനിപ്പോഴും ഓർക്കുന്നില്ല. പക്ഷെ അവളോട് പറഞ്ഞത്, അന്ന് ആ ഷാദറിയിൽ പ്രാചീനമായ അതേ മുസ്ലിങ്ങളുള്ള കോളനിയിൽ അവർ താമസിക്കുമ്പോൾ അവളോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ വിദേശത്ത് അയച്ച് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കും. ഓ ഹല്ലേലൂയ എന്ന് ദൈവം പറഞ്ഞു അവളോട്, വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നെ പഠിപ്പിക്കുമെന്ന്. 5ാം വയസ്സിൽ ഡൽഹി പോലും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത അവളോട് അന്ന് ദൈവാത്മാവ് സംസാരിച്ചത് നിവൃത്തിയായി കഴിഞ്ഞപ്പോൾ അവൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും അവൾക്ക് വേണ്ടി ഒരു ചാൻസ് കേംബ്രിഡ്ജിൽ ഒഴിച്ചിട്ടുകൊണ്ട് ദൈവം അവൾക്ക് അഡ്മിഷൻ കൊടുത്ത് ബയോമെഡിക്കൽ സയൻസിൽ പഠിക്കുന്ന അവിടെ ഹോസ്റ്റലിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയി. അവിടെ കൂടുതൽ കുട്ടികളുമായി ഞാൻ സംസാരിച്ചു. തിരികെ പറഞ്ഞാൽ അവളാണ് അവിടെ മാതാപിതാക്കന്മാരെ പ്രേരിപ്പിച്ചത്, ഡാനിയലിനെ വരുത്തണം. അതെ, എനിക്ക് ഡാനിയലിന്റെ ജീവിതത്തിൽ കൂടെയുള്ള പിന്നെയും ദൈവാലോചന കേൾക്കണം. ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, ദൈവം എന്തെങ്കിലും നമ്മോട് പറഞ്ഞാൽ അതുപോലെ ചെയ്യുവാനായി നമ്മൾ തയ്യാറായാൽ, वाट एवर ही टेल्स, प्रभु ने हमारे साथ कुछ बोलेगा तो ऐसा करने के लिए हम तैयार हो जाएगा तो हमारा जीवन पर छुटकारा मिलेगा। किरण सिस्टर, आपका जीवन पर छुटकारा मिलने के लिए प्रभु ने रखा हुआ मैसेज एक्चुअली आपके लिए ही मैंने बताया है। सारे आपके लिए सारे मैसेज को प्रभु ने लेके आया। तो आपका जीवन पर छुटकारा मिलने के लिए क्या करना, परमेश्वर ने, प्रभु यीशु मसीह ने जो कुछ आपको बोलेगा ऐसा ही करना। ऐसा करेगा तो आपके जीवन पर छुटकारा मिलेगा, साइमन वापस मिलेगा। हालेलुया, प्रेज़ द लॉर्ड।